ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ സുപ്രഭാതത്തിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സംഭവിച്ച സ്വർഗീയ സ്ഥലമായ അൾത്താരവാതിൽക്കലെ അങ്ങയുടെ വചനം കേൾക്കാൻ കണ്ണീരിന്റെ കാലത്ത് എന്നെയും എന്റെ കുടുംബത്തെയും ക്ഷണിച്ചതിന് യോഗ്യത നൽകിയതിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാത്തിനും ഒരു മരിങ്ങുണ്ട്. മരിങ്ങെന്ന് പറയുന്നത് ആലപ്പുഴ ഭാഷയാണെന്ന് തോന്നണം. അതായത് എല്ലാ വിഷയങ്ങളും ഒക്കെ നമുക്ക് ചെയ്യുന്നതിന് അനായാസമായിട്ട് ചെയ്യുന്നതിനുള്ള ഒരു പ്രവർത്തന പരിചയ നൈപുണ്യത്തിനാണ് ഈ മരിങ്ങെന്ന് പറയുന്നത്. ആരാധനയ്ക്കും ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്നതിനും ഒക്കെ ഒരു മരിങ്ങുണ്ട്. ചിലർക്കത് വളരെ ഈസിയാണ്. ചിലർക്കെന്ന് പറയണത്, വചനം പറയണത് ബലം പ്രാപിച്ചവർക്കെന്നാണ് പറയണത്. കർത്താവ് ഉപയോഗിച്ചിട്ടുള്ള വചനങ്ങളെ ഞാൻ എപ്പോഴും വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചിട്ടുണ്ട്. കർത്താവ് തൻ്റെ ഐഹിക ജീവിതകാലത്ത് എടുത്തു പെരുമാറിയിട്ടുള്ള വചനങ്ങളുണ്ട്. അതിലൊന്നാണ് ബലം. നമുക്ക് ഈശോ എന്ന് പറഞ്ഞ് നമുക്ക് ബലം പ്രാപിക്കാൻ പറ്റും. ബലത്തിൻ്റെ ഉള്ള പ്രത്യേകത ബലം നമുക്ക് പ്രാപിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ കുറേ, അതായത് ഇപ്പോൾ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ എന്ന് പറയുമ്പോൾ അതിനുള്ളൊരു പൊട്ടൻസി, കുറേ ആധ്യാത്മിക സാധ്യതകൾ വചനം നമ്മുടെ മുമ്പിൽ തുറന്നിടുന്നുണ്ട്. ആ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പോസിബിൾ എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ സാധിക്കുമെന്നാണ്. പലപ്പോഴും ഈ ആധ്യാത്മികതയ്ക്ക് പറ്റുന്ന ഒരു അബദ്ധം, ഇതൊരു ബാലികേറാ മലയായിട്ട് അനാദികാലം മുതൽ ഇത് കൈകാര്യം ചെയ്തവരെ എപ്പോഴും ആധ്യാത്മികതയെ ഒരു ബാലികേറാ മലയായിട്ട് ഇങ്ങനെ ആർക്കും പ്രാപിക്കാൻ പറ്റാത്ത രീതി സങ്കീർണമാക്കി കളയും. ഈശോൻ്റെ കാലത്തും ഇങ്ങനെ ഫരിസേയർ ഇതിനെ സങ്കീർണമാക്കി. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ച രണ്ട് കാര്യം. ഒന്ന്, അവരുടെ സാബത്ത് ദിവസമാണ്. സാബത്ത് ദിവസം എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം ആയപ്പോൾ തന്നെ കടകളെല്ലാം പൂട്ടി. സാബത്തിനെ കുറിച്ച് ഞാൻ ഈ ഇസ്രായേലിൻ്റെ ഈ ഇത്രയും നിശബ്ദമായ യുദ്ധകാലത്ത് ഉണ്ടാകുന്ന ഈ ഭയങ്കര സാറ്റർഡേയിലെ എൻ്റെ ധ്യാനം ടെല്ലവീവിലായിരുന്നു, തലസ്ഥാന നഗരിയിലായിരുന്നു. അവിടെ പട്ടാളക്കാരെ ഒഴിച്ച് ബാക്കിയെല്ലാം ശാന്തമാണ്. കാറുകൾ തന്നെ വല്ല ഇന്ത്യക്കാരൻ്റെ കാറ് ഓടുന്നതെന്നല്ലാതെ അവരുടെ കാറൊന്നും ഓടത്തില്ല. ഭയങ്കരമാണ്. ഈ സാബത്ത് നമ്മൾ നേരിട്ട് കണ്ടപ്പോഴാണ് നമ്മൾ പേടിച്ചു പോയത്. അപ്പോഴും ഞാനൊരു വീഡിയോ ശ്രദ്ധിച്ചപ്പോൾ വെച്ച് കഴിഞ്ഞാൽ അതൊരു മലയാളി ഇട്ടിരിക്കുന്ന ഒരു ബ്ലോഗർ ഇട്ടിരിക്കുന്ന വീഡിയോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചിന്, ഒരു യഹൂദൻ്റെ ഒരു കുഞ്ഞ്, അതിന് നെബുലൈസർ എടുക്കണതാണ്. ഈ റെസ്പിറേഷൻ്റെ പ്രശ്നമുള്ളവർക്ക് ഈ ശ്വാസം എടുക്കത്തില്ല, നെബുലൈസർ മരുന്നൊക്കെ ഇട്ടിട്ട് ഒരു മിഷനാണത്. അപ്പോൾ ഈ മിഷൻ്റെ സ്വിച്ച് ഒരു മലയാളി, അവിടെ കെയർ ടേക്കർ അവിടെ ഉണ്ട്, അവരിട്ടിരിക്കുന്ന വീഡിയോ ആണത്. നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് ആ വീഡിയോ, നോക്കണം, നമ്മൾ ഞെട്ടിപ്പോവും. അപ്പോൾ ഈ സാബത്ത് ദിവസം ഇവരുടെ മുറിയിൽ കെയർ ടേക്കർ ഫസ്റ്റ് ടൈം അവിടെ ചെല്ലണതാണ്. ആദ്യമായിട്ട് അവിടെ ചെന്നിട്ട് ആ വീട്ടിലാവത് അവർ വേറെ ഒരു വീട്ടിൽ ജോലി ചെയ്യുമായിരുന്നു. പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റി ഷിഫ്റ്റ് ചെയ്താണ്. അവിടുത്തെ വിസ തീർന്നപ്പോൾ അവിടുന്ന് ഒരു ഇൻ്റർവ്യൂ അറേഞ്ച്മെൻറ്റ് ചെയ്താണ് അവരോട് താമസിക്കുക. ഇവിടെ മുറി വന്നൊരു നൈജീരിയക്കാരൻ മുട്ടുമ്പോൾ ഇവർ പേടിച്ചു പോകും. ഫസ്റ്റ് ടൈമല്ലേ, അയാൾ ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പാടില്ല. ഇവരെ വിളിക്കുകയാണ് പുറത്തേക്ക്. അപ്പോൾ ഈ മനുഷ്യനെ കണ്ടപ്പോൾ ഇവർ പേടിച്ചു പോയി. മലയാളിയാണ് ഇവർ, കെയർ ടേക്കർ. അവർ പോയില്ല, അവർ അകത്ത് വാതിലിട്ട് അടച്ച് ഇരുന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ഒരാൾ വന്ന് വിളിച്ചു. അപ്പോഴുണ്ട്
ഇവൾ തുറന്നില്ല, പേടിയാണ്. അവിടെ ഭാഷ മനസ്സിലാകണില്ല, ഇതെന്തിനാണ് വിളിക്കണമെന്ന് അറിയാൻ പാടില്ല. ആകെപ്പാടെ കുഴപ്പം. അത് കഴിഞ്ഞിട്ട് പിന്നെ സംഗതി ഇവർ ആക്ഷൻ കൊണ്ടൊക്കെ മുഖഭാവം കൊണ്ട് ഇത് ഭയങ്കര ഹൈ എമർജൻസി ആണെന്നുള്ള രീതി പറയുന്നുണ്ടെങ്കിലും ഭാഷകൾ മനസ്സിലാകാത്ത കാരണം ഈ മുഖഭാവം കൊണ്ട് ഇവർക്ക് പേടിയാണ് വരണത്. അല്ലാതെ സിറ്റുവേഷൻസ് അപ്പോൾ മലയാളിക്കത് ഉൾക്കൊള്ളാൻ അവർ ഉടനെ വാലടച്ചകത്തിരുന്ന് എന്താ ഇനി പേടിച്ചിരിക്കുക, ഇത് ഈ വീട്ടിൽ വന്നിട്ട് എന്തെല്ലാം ഇനി സംഭവിക്കാൻ, പുതിയ വീടല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടുടമസ്ഥർ ഇങ്ങോട്ട് വന്ന് വാലിട്ട് ചവിട്ടിയാൾ അത്രയും പ്രഷർ ചെയ്തപ്പോൾ ഇവർ തുറന്നപ്പോൾ ഇയാൾ ഇന്നലെ കണ്ട വീട്ടുടമസ്ഥനാണ്. അയാളുടനെ ഇവരുടെ കയ്യെ കയറി പിടിച്ച് വലിച്ചുകൊണ്ട് പോയി. അത് ചില വൈരാഗ്യത്തിലല്ല, ആ ഒരു സിറ്റുവേഷൻസ് എമർജൻസി ആയതുകൊണ്ട് ആ രീതി പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇയാൾ കുറേ പോയി. ചെന്നപ്പോൾ പ്രശ്നമൊന്നുമില്ല. ചെന്നപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നെബുലൈസറിൻ്റെ സ്വിച്ച്, നെബുലൈസർ മരുന്നൊക്കെ ഇട്ട് അവർ വെച്ചിരിക്കുകയാണ്, പ്ലഗ് കുത്തി വെച്ചിരിക്കുകയാണ്. പക്ഷേ സ്വിച്ച് ഇടാൻ പറ്റത്തില്ല. അതിന് ഇയാൾ ഇവിടെ സ്വിച്ച് ഇടാൻ വേണ്ടി സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ സാപത്ത് ലംഘനമാണ്. മനസ്സിലായില്ല? നിങ്ങൾ നോക്കിയോ, സാപത്ത് നമ്പർ നിങ്ങളുടെ ഈ യൂട്യൂബിൽ ആ വീഡിയോ കിടപ്പുണ്ട്. സ്വിച്ച് ഇട്ട് കഴിഞ്ഞ് എന്നിട്ട് ഈ മലയാളി ലേഡിക്ക് സാപത്തില്ലല്ലോ, അവരെ വിളിച്ചുകൊണ്ട് പോയി കുഞ്ഞിൻ്റെ വായി വെച്ചിരിക്കുന്ന ഈ മൗത്ത് പീസിൽ ഈ മോട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ആ മരുന്ന് കയറാൻ വേണ്ടി സ്വിച്ച് ഇടാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയതാണ്. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ സാപത്ത് ലംഘിക്കും. ഭയങ്കരമാണ്. ഇവരെ പിടിച്ചുകൊണ്ടാണ് പോയത്, അത് വേറെ വിഷയം. പക്ഷേ ആ ഒരു വർക്ക് ഇറ്റ്സെൽഫ് സാപത്ത് ലംഘനമാണ്. അപ്പോൾ ഞാൻ ഓർക്കണേ, കർത്താവിൻ്റെ കാലത്ത് ഇത്രയും പ്രശ്നമില്ലായിരുന്നു. കർത്താവിൻ്റെ കാലത്തൊരു ചെരുപ്പിൻ്റെ വള്ളിയൊക്കെ പൊട്ടിയാൽ മാത്രമേ ആ യഹൂദൻ അവിടെ നിൽക്കും. ചെരുപ്പിൻ്റെ നടക്കണ യാത്രയിൽ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിക്കഴിഞ്ഞാൽ യഹൂദൻ അവിടെ നിൽക്കും. എന്തിനാണ്? സൂര്യാസ്തമയം വരെ അവിടെ നിൽക്കും. ചെരുപ്പ് കളയത്തില്ല അവൻ. ഭയങ്കര സാധനം. നമ്മളൊക്കെ മലയാളിയാണെങ്കിൽ ചെരുപ്പ് പറഞ്ഞ് ദൂരെ കഴിഞ്ഞ് പോകും. ആ കളയത്തില്ല, ഒരു സാധനം നഷ്ടപ്പെടുത്തത്തില്ല. അവിടെ നിൽക്കും. അവിടെ നിന്നിട്ട് സൂര്യാസ്തമയം ആയി കഴിയുമ്പോൾ സാപത്ത് ഫ്രീ ആയില്ലേ, അപ്പം പിന്നെ കൈകൊണ്ട് ചെരുപ്പ് പൊക്കുമ്പോൾ ചുമടെടുത്തുന്നായി. ചെരുപ്പ് പൊക്കുമ്പോൾ ചുമടെടുത്തുന്നല്ലേ, അപ്പോൾ അത് സാപത്ത് ലംഘനമാണ്. അതുകൊണ്ട് ചെരുപ്പ് കളയാതിരിക്കാൻ വേണ്ടി ആ പാവപ്പെട്ടൻ അവിടെ നിൽക്കും. അത്രയും സീരിയസ് ആണ് സംഭവം. അപ്പോൾ കർത്താവിൻ്റെ കാലത്ത് സ്പിരിച്വാലിറ്റി ഭയങ്കര ഒരു ബാലികേറ മലയായിട്ട് വരും. ഇതൊക്കെ പാലിക്കാൻ ആർക്ക് പറ്റും? പരിചയർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ. അപ്പോൾ ഒരു ന്യൂനപക്ഷത്തിൻ്റെ കയ്യിൽ ആധ്യാത്മികതയും ദൈവവും ഒതുങ്ങിപ്പോകുന്ന ഒരു ദുരന്തക്കാഴ്ചയാണ് ഈശോ കാണുന്നത്. വെറും ഒരു ന്യൂനപക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ അവിടുത്തെ ആ സാപത്ത് പാലിക്കുന്ന റബ്ബി വർഗമില്ലേ, അവരവിടെ ജോലിക്കൊന്നും പോണില്ല. ഇസ്രയേലിൽ അവർക്ക് വേണ്ടി മാത്രം ശമ്പളം കൊടുക്കുന്നുണ്ട്. അവരുടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. ഒറിജിനൽ യഹൂദനല്ല, പട്ടാളക്കാർക്ക് മാത്രമേ സാപത്തിൻ്റെ ഒരു ഇതുണ്ട്, റിലീഫ് കൊടുത്തിട്ടുള്ളത്. അവർ ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ ആ ടെൽബാബിൽ ഞങ്ങൾ അവിടെ ക്യാമ്പിലായിരുന്നു ഞങ്ങൾ ധ്യാനം നടത്തിയത്. കാര്യം ഇത്ര സമയത്ത് അത് അത്യാവശ്യമാണ്. 10,000 ആൾ കൂടിയിരിക്കുകയില്ലേ. അപ്പോൾ പട്ടാളക്കാർ ചുറ്റോടിയിട്ടുമുണ്ട്. ഇതൊക്കെ അവരുടെ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. നമ്മളാണ് ഇവിടെ യുദ്ധം കേട്ട് പേടിച്ചുകൊണ്ടിരിക്കുന്നത്. അവരവിടെ ഭയങ്കര ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര ടോക്കറ്റീവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അവർ എന്താണ് ബർജർ എന്താ സാധനമൊക്കെ കഴിക്കുന്നുണ്ട്, കോള കുടിക്കുന്നുണ്ട്. അതിന് സാപത്തിൽ നിന്ന് അവർക്ക് മാത്രം റിലീഫ് ഉണ്ടെന്ന് തോന്നുന്നത്. പക്ഷെ അവർ വളരെ സിമ്പിളായിട്ടാണ് അവിടെ വ്യാപരിക്കണത്. അല്ലാതെ ഒന്നും. ഇപ്പോൾ നമ്മളാരിങ്ങനെ ഒരു യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനമൊന്നും ഈ ഗവൺമെൻറ് അനുവദിക്കത്തില്ല. ഉടനെ 144 പ്രഖ്യാപിക്കൂടാ. അപ്പോൾ നമ്മൾക്ക് എന്തുമാത്രം കോൺഫിഡൻസ് ഇല്ലാത്തൊരു വർഗ്ഗമാണെന്ന് നമ്മളെ നമുക്ക് മനസ്സിലായി അവിടെ ചെന്നപ്പോൾ. നമ്മൾക്കാണ് ഇവിടെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഇവിടെ ഈ ആൾ കൂടാൻ സമ്മതിക്കത്തില്ല. അവിടെ കേരളത്തിൻ്റെ 3/4 ഭാഗമേ ഇതുള്ളൂ. ഇതൊരു സംഭവത്തിൽ ഇത്രയും ആൾക്കാർ കൂടുമ്പോൾ അവരവർക്കും ക്യാഷായിട്ട് വല്ലതും ഉണ്ടായി എല്ലാം ചാകത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഇത് അനുവദിക്കത്തില്ല. പക്ഷെ അങ്ങനെയല്ല. യഹൂദന് നല്ല ആത്മവിശ്വാസമാണ്. ഈ 10,000 ആൾക്കാർ കൂടി അവർ കൂളായിട്ടിരിക്കണം. അപ്പം അത് വേറെ ഒരു ജനതയാണത്. ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച അനാദികാലം മുതലേ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കോൺഫിഡൻസിൽ അവരങ്ങനെ ജീവിക്കുകയാണ്. ഞാൻ എന്താ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും അച്ചിട്ടതായിട്ടാണ് ഇവർ സാപത്ത് ഈ കാലങ്ങളിൽ പോലും പാലിച്ചുകൊണ്ട് പോണത്.
ദാറ്റ് മീൻസ് പക്ഷേ ആർക്ക് പറ്റും? ആർക്കും പറ്റത്തില്ല ശരിക്കും. അതായത് ഈ ന്യായപ്രമാണം ഇത്രയും കഠിനമാണെങ്കിൽ ആർക്കിത് പാലിക്കാൻ പറ്റുമോ എന്നുള്ളത് കർത്താവിൻ്റെ കാലത്ത് തന്നെ ഒരു പ്രശ്നമായിരുന്നു. ആധ്യാത്മികത ആർക്കും പാലിക്കാൻ പറ്റാത്തൊരു വിഷയമായിട്ട് ഡെവലപ്പ് ചെയ്തു. ഇന്ത്യയിലും ആ അസുഖം ഉണ്ടായിട്ട് കുറേ പേര് ഇങ്ങനെ സിദ്ധന്മാരുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്നവരാക്കി ഇന്ത്യ മാറ്റിക്കളഞ്ഞു. ഒരു കൺസൾട്ടേഷൻ അല്ല സംഭവം, മറിച്ച് ആധ്യാത്മികത മൊത്ത വ്യാപാരവും അതിൻ്റെ മൊണോപ്പൊളിയും ഒരു ന്യൂനപക്ഷത്തിൻ്റെ അടുത്ത് ഒതുങ്ങേണ്ട ഒരു ആധ്യാത്മികത, അത് ഫേക്കാണ് ശരിക്കും. ഇപ്പോൾ യമനിയമ ആസന, പ്രാണായാമ, പത്താസന, സമാധിയിലൂടെ അങ്ങനെ പോകാൻ സാധാരണ മനുഷ്യർക്ക് പറ്റത്തില്ല. ബുദ്ധിസത്തിനും ബ്രഹ്മണിസത്തിനും ഒക്കെ പറ്റിയിട്ടുള്ള സംഭവം ഈ സാധാരണ മനുഷ്യർ ഇവർ അവോയ്ഡ് ചെയ്ത് കളയും. ഇതുതന്നെയാണ് ഫരിസേയസത്തിന് സംഭവിച്ചത്. സാധാരണ മനുഷ്യർക്ക് ബാലികാല മലയാക്കിയത് മാറ്റും, അപ്രാപ്യമാക്കി കളയും. അപ്പം മറ്റവർ പറയുന്ന ദൈവാനുഭവങ്ങൾ മാത്രമേ അതിൻ്റെ അപ്പക്കഷ്ണം കൊണ്ട് ഇവർ എറിഞ്ഞു കൊടുക്കുന്ന അപ്പക്കഷ്ണം കൊണ്ട് ഇവർ സദുപദേശങ്ങളെ കൊണ്ടൊക്കെ ഇവർ ജീവിക്കേണ്ടി വരും. അപ്പോൾ മനുഷ്യൻ 1% മാത്രം ദൈവത്തിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള സ്പിരിച്വൽ ഫാദേഴ്സായിട്ട് മാറും. ബാക്കി 99% എപ്പോഴും ഇവരുടെ ഭിക്ഷാന്തഹികളായിട്ട് ഇവർ ഒരു ആധ്യാത്മിക അടിമവർഗം സൃഷ്ടിക്കപ്പെടും. ഇതുകൊണ്ട് ഈശോ എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ, ഈശോ ഇതെല്ലാം കണ്ടതിന് ശേഷം ഈശോ ജോയേലിൻ്റെ ദീർഘദർശന കാലത്ത് ഈ വിഷയത്തെക്കുറിച്ച് ഈശോ വരുമ്പോൾ ഈ വിഷയം പൊളിച്ചെഴുതുമെന്ന് പറഞ്ഞായിരുന്നു. ഈശോ വരണ കാലത്ത് അതാണ് ഈശോയുടെ ഒരു സ്പേസ് എന്ന് പറയണത്. ഈശോയുടെ ഒരു ഹിസ്റ്റോറിക്കൽ സ്പേസ് എന്ന് പറയണത് ജോയേലിൻ്റെ സ്പേസാണ്. ജോയേൽ പറഞ്ഞായിരുന്നു, എന്താ പറഞ്ഞത്? 2:38 അന്നാളുകളിൽ പറഞ്ഞ് എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവർക്കും വർഷിക്കും. അതാ മൊണോപ്പൊളി തട്ടി തകർക്കുമെന്നാണ് പറഞ്ഞത്. മൊണോപ്പൊളി അതിനുശേഷം അവൻ ആദ്യം തന്നെ ചെയ്തത്, ആദ്യം തന്നെ ഇവർ സൈഡ് ലൈൻ ചെയ്ത ആൾക്കാരെ ആദ്യം അഡ്രസ്സ് ചെയ്യും. ആദ്യം സൈഡ് ലൈൻ ചെയ്തിരിക്കുന്നത് കള്ളന്മാരുടെ കൂട്ടത്തിൽ പെടുത്തിയിരുന്നത് ഇടയന്മാരെയാണ്. ഇടയന്മാർ കള്ളന്മാരായിട്ട് റബ്ബികൾ ബ്രാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കള്ളന്മാരായിട്ട് ഇടപ്പെടുത്തിയിട്ട് രാത്രി ആടുകളെ സൂക്ഷിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നൊരു വർഗ്ഗമായിരുന്നു അവർ. നാട്ടിൽ നിർത്തത്തിലവരാ. പൊതുജീവിതത്തിൽ ഇടയന്മാരില്ല. ഇസ്രായേലിൻ്റെ പൊതുജീവിതത്തിൽ ഇടയവർഗമില്ല. അവരെ ആടിൻ്റെ കൂടെ ഇറക്കി വിടും. എന്നിട്ട് അവർ സന്ധ്യയാകുമ്പോൾ വരും. അവർക്ക് പൊതുജീവിതമോ സംസ്കാരമോ സാഹിത്യമോ പഠനങ്ങളോ ഇല്ല. ഇതിൻ്റെ അകത്ത് ആകപ്പാട് സാഹിത്യം എഴുതിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഇടയവർഗത്തിൽ നിന്ന് ദാവീദ് മാത്രമാണ്. ദാവീദിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ കുറേ ഇടയ സങ്കീർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വീട്ടിൽ നിന്നുണ്ടായിരുന്ന ഒഴിവാക്കലുകളും അവഗണനകളും കൂട്ടത്തിലുണ്ടായിരുന്ന ജെസ്സിയുടെ മക്കളിൽ ഏറ്റവും മോശമായിട്ട് ഇവനെ തിരിഞ്ഞു കളഞ്ഞതും ഒക്കെ, പിന്നെ ദൈവത്തിൽ ഇവനെ അദമ്യമായിട്ട് ആശ്രയിക്കാനുള്ള ഇടവരുന്ന് ആ ആത്മബന്ധത്തിൽ ഇവൻ സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ടാകും. എല്ലാം ഇടയ സങ്കീർത്തനങ്ങൾ തന്നെ എല്ലാം എഴുതിയിരിക്കണത് തന്നെ. ബഹുമുക്കാലും മനോഹരമായ 23-ാം സങ്കീർത്തനമൊക്കെ ഈ ഇടയാനുഭവത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ അതൊരു ദാവീദിൻ്റെ ആധ്യാത്മികത ഒരു വേറിട്ട ആധ്യാത്മികതയാണ്. പക്ഷെ പൊതുവേ നമ്മൾ പറയുമ്പോൾ ഇടയന്മാരെ പ്രാന്തവൽക്കരിക്കപ്പെട്ടിട്ടുള്ള, അതായത് ഇങ്ങനെ സൈഡ് ലൈൻ മാർജിനലൈസ് ചെയ്തിരിക്കുന്ന ഒരു വർഗ്ഗമാണ്. അവർക്ക് ആത്മാവ് ഉണ്ടെന്ന് വരെ റാബികൾ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് റാബികൾക്ക്. ഇവിടെ അങ്ങനെയായിരുന്നില്ല. ബ്രാഹ്മൺസിന് അടിമകൾക്ക് ആത്മാവില്ല എന്നുള്ളത് ഫ്യൂഡലിസത്തിൻ്റെ കാലത്തും നിലനിന്നിരുന്നൊരു കോൺസെപ്റ്റാണ്. ആത്മാവ് ഉണ്ടാകണമെങ്കിൽ കുറച്ച് കളറുണ്ടാകണം, കുറച്ച് ആരോഗ്യം ഉണ്ടാകണം, കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടാകണം. എന്തൊരു കഷ്ടമാണ് മനുഷ്യൻ. ഇപ്പോൾ മനുഷ്യൻ ഏത് രീതിയിലാണ് ഇങ്ങനെ പാർശ്വവൽക്കരിക്കുന്നത്? സാംസ്കാരിക പാർശ്വവൽക്കരണം ശക്തമായ രീതിയിലുള്ള ഉച്ചനീചത്വം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ മതിലിനെയാണ് ഈശോ സ്വന്തം ശരീരം കൊണ്ട് ഇടിച്ചു പൊളിച്ചെന്ന് പൗലോസ് പറയുന്നത്. എല്ലാത്തിനെയും ഇങ്ങനെ മനുഷ്യനെ അസ്പർശ്യമാക്കാൻ വേണ്ടി കെട്ടിയുയർത്തിയിട്ടുള്ള സാംസ്കാരിക മതിലുകൾ, പിന്നെ അപ്പാർത്തീഡിൻ്റെ മതിലുകൾ, വർഗ വിശ്വാസഭേദത്തിൻ്റെ മതിലുകളെ എല്ലാത്തിനും ഈശോ അതിനെല്ലാം പരിഹാരം ചെയ്തുകൊണ്ട്, ശരീരത്തിൽ പരിഹാരം ചെയ്തുകൊണ്ട്
ശരീരത്തിൽ മരിച്ച് ശരീരം ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഇത് ആധ്യാത്മികത മുഴുവനും അവൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്ന ആർക്കും സൗജന്യമായിട്ട് കിട്ടാൻ പറ്റുന്ന രീതിയിൽ ഈശോ വിപ്ലവകരമായൊരു മാറ്റം ഈ മേഖലയിൽ ഉണ്ടാക്കിയെടുത്തതുകൊണ്ട് തന്നെയാണ് അവൻ എന്നും സ്തുതിക്കപ്പെടേണ്ടവനായി മാറണത്. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. അപ്പൊ പാപത്തിന് അവൻ ശരീരത്തെ ശിക്ഷ വിധിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള പാപങ്ങളെയും ഇതിന് പരിഹാരമാകാൻ അവൻ്റെ നാമം ദൈവം ഉയർത്തിയത് മൂലം അവൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്ന ആർക്കും, യഹൂദനായാലും ശരി, അയഹൂദനായാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, അക്രൈസ്തവനായാലും ശരി, അത് എല്ലാവർക്കുമായിട്ട് ആധ്യാത്മികത തുറന്നു കൊടുത്തു എന്നുള്ളതാണ് കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി. അതായത് ഈശോയുടെ അതായത് ആധ്യാത്മികതയുടെ മുഴുവൻ സാധ്യതകൾ ഒരു സിംഗിൾ നെയിമിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ട് ഈ നാമത്തെ വിശ്വസിക്കുന്ന ആർക്കും അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ആധ്യാത്മികത എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുത്തു. ആർക്കതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു, ആർക്കതിൽ സ്നേഹിക്കാൻ പറ്റുന്നു, ആർക്കാ നാമത്തെ വിശ്വസിക്കാൻ പറ്റുന്നു, ആർക്കാ നാമത്തെ പ്രത്യാശിക്കാൻ പറ്റുന്നു, അവർക്കൊക്കെ തനത് സമ്പാദ്യം ഉണ്ടാക്കാനും കൃപ വളർത്താനും കഴിയുന്ന രീതിയിലാണ് ഈശോ പുതിയ നിയമം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ പറയണത് അവൻ്റെ നാമത്തിൽ പറഞ്ഞ് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അതാണ്. പക്ഷേ ഇത് കണ്ട, ഇത് സർവ്വജനീനമായിപ്പോയി. എന്ന് പറഞ്ഞ് യോഹന്നാൻ 1:12 വായിച്ച് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഭയങ്കര, അതായത് ഉടമ്പടിയുടെ ഏറ്റവും ടോപ്പ് വചനങ്ങൾ ഒത്തിരി, ഉടമ്പടിയുടെ കീനോട്ട്സുകൾ ഒത്തിരി ഉണ്ട്. കീനോട്ട്സ് അല്ല, കീ വേഡുകൾ. ഉടമ്പടിയിലെ കീ വേഡുകൾ ഞാൻ ബുദ്ധിപരമായിട്ട് കണ്ടുപിടിച്ചതല്ല. ഉടമ്പടി തന്നതിന് ശേഷം നമ്മൾ ഒരുമിച്ച് ദൈവജനവും അഭിഷിക്തനും കൂടി ഒരുമിച്ച് കർത്താവിൻ്റെ അടുത്ത് കൂടുന്ന ഇതുപോലെ കൂട്ടായ്മയിലാണ് ഈ ഉടമ്പടിയുടെ മുഴുവൻ ലിറ്ററേച്ചർ, വിസ്ഡം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അല്ല, ഞാൻ ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കുമ്പോൾ മാത്രം കിട്ടിയിട്ടുള്ളതല്ല. ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കുമ്പോൾ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. പക്ഷേ വളരെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള, ജീവിതവുമായിട്ട് ബന്ധമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള കീകൾ, താക്കോലുകൾ കിട്ടിയിരിക്കണ എല്ലാം നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന ഈ സ്വർഗീയ കൂട്ടായ്മയിലാണ്. അത് ഓർത്തിട്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നീ ഞങ്ങളെ പഠിപ്പിക്കുന്ന ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഉടമ്പടി ധ്യാനം മറ്റു ധ്യാനങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ കണ്ടിരിക്കുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതൊരു നമ്മൾക്ക് വളരെ ചിന്തിച്ച് ആലോചിച്ച് സുവിശേഷം ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒത്തിരി സൂത്രവാക്യങ്ങളായിട്ട് ബൈബിളിലെ ഓരോ വചനവും ഓരോ സൂത്രവാക്യങ്ങളായിട്ട് ഫോർമാറ്റ് ചെയ്ത്, നമുക്കറിയാമല്ലോ 2 സൂത്രവാക്യങ്ങൾ കൊണ്ടാണല്ലോ നമ്മൾ സൊല്യൂഷൻസ് ഉണ്ടാക്കുന്നത് കെമിസ്ട്രിയിൽ. അതുപോലെ ബൈബിളിലെ ഓരോ വചനങ്ങളും വചനം എന്നതിനേക്കാൾ ഒരു വചനം ഒരു ഫോർമുല ആയിട്ട് മാറും, അല്ലെങ്കിൽ ഒരു ഇക്വേഷനായിട്ട് മാറും, സമവാക്യമായിട്ട് മാറും. ദൈവവാക്യങ്ങളിൽ തന്നെ സൂത്രവാക്യങ്ങളുണ്ട്, സമവാക്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം, ഇപ്പം നിങ്ങൾ പറഞ്ഞിരിക്കുന്ന വാക്ക് എന്താണ്? യോഹന്നാൻ 1:12 എന്താ പറയണത്? ഒന്ന് വായിച്ചേ. യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, ഒന്ന് പറഞ്ഞേ, തന്നെ തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പം യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാമാണ്. ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ 1960 ജനിച്ച ആളാണ്.
എനിക്ക് യേശുവാണ് ദൈവമെന്ന് മനസ്സിലായത് 63-ലോ 64-ലോയാണ്. അപ്പോൾ ദാറ്റ് മീൻസ് അത്രയും കാലത്തെ ഒരു 60 കൊല്ലത്തെ എക്സ്പീരിയൻസാണ് ജീസസുമായിട്ടുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ 6 ദിവസത്തെ എക്സ്പീരിയൻസേ ഉണ്ടാകത്തുള്ളൂ. 6 ദിവസം മുമ്പായിരിക്കും നിങ്ങളിൽ ചിലർ ഒരു ഉടമ്പടി ധ്യാനം ഇതൊക്കെ ജീസസിൻ്റെ ഒരു സാക്ഷ്യം കേട്ടത് 6 ദിവസമായിട്ടുള്ള. ഈ 6 ദിവസം ആയിട്ടുള്ള ആളും 60 ദിവസമായിട്ടുള്ള ആളും ചില സമയത്ത് ഒരേ പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴേ രണ്ടുപേർക്കും ഒരേ അനുഭവം കിട്ടിയെന്ന് വരാം. അതാണ് ജീസസിൻ്റെ ഒരു പ്രത്യേകത. 6 ദിവസമായിട്ടുള്ളെങ്കിലും അതായത് ഇത് ആർക്കും ഇതിൻ്റെ അകത്ത് നിന്ന് ആർജിക്കാം, ഷെയർ ചെയ്യാം. നമ്മളെ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം, അത്രയേ ഉള്ളൂ വിഷയം. ഈ വിശ്വസിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുമായിരുന്നു, ഇപ്പം ഞാനൊക്കെ ഒന്ന് ഭിത്തിയായിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ എത്ര കിലോ വെയിറ്റ് ഭിത്തിയായിട്ട് കൊള്ളും? ഫിസിക്കലായിട്ട് പറഞ്ഞാൽ വല്ല 10-20 കിലോ വെയിറ്റ് കൊള്ളും ഭിത്തിയായിട്ട്. ഒരു ബോക്സറാണെങ്കിൽ ഇടിക്കുന്ന ഒരു ട്രെയിൻഡ് ബോക്സർ, അല്ലെങ്കിൽ ഒരു കുംഫു അല്ലെങ്കിൽ കരാട്ടക്കാരൻ, അവരാണെങ്കിൽ ഒരു ചിക്കിടാച്ചി അടിച്ച് ഒരു വെട്ട് കൊടുത്തു കഴിഞ്ഞാൽ 300 കിലോനാണ് കൊള്ളണത്. വ്യത്യാസം കണ്ടില്ലേ? ഇപ്പം ഞാൻ ഭിത്തിയായിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ 30 കിലോനാണ്ട വെയിറ്റാണ് അവിടെ വീഴണത്. പക്ഷേ ഒരു ട്രെയിൻഡ് ബ്ലാക്ക് ബെൽറ്റുകാരൻ അടിച്ചു കഴിഞ്ഞാൽ 300 കിലോ കൊള്ളും. എന്താ കാര്യം? ഈ വ്യത്യാസം വചനത്തിൽ വരുന്നുണ്ട്. ഇപ്പം യേശു കർത്താവാണെന്ന് ഞാൻ പറയണം, നിങ്ങൾ പറയണത് വ്യത്യാസമുണ്ട് അവിടെ. ഈ വ്യത്യാസമാണ് നിങ്ങൾ ഉടമ്പടി അഡ്രസ്സ് ചെയ്യേണ്ടത്. കാര്യം 300 കിലോനോ 600 കിലോനോ ഒക്കെ നമ്മളെ ട്രെയിനിങ് അനുസരിച്ചാണ് ഇതിൻ്റെ ഒരു പ്രഖരശേഷി എന്ന് പറയണത്. ഇപ്പോൾ യേശു കർത്താവാണെന്ന് നിങ്ങൾ പറയുന്നു, ചിലപ്പോൾ 5 കിലോനെ ചിലപ്പോൾ അതിന് പ്രഖരശേഷി ഉണ്ടാകത്തുള്ളൂ. ഞാനിപ്പോൾ ഒരു മുഴ കണ്ടു കഴിഞ്ഞാൽ ഞാനെക്കുറിച്ച് ദിസ് ഇസ് ദ ലോർഡ് അത്രേ പറയത്തുള്ളൂ. ആ മുഴ ചിലപ്പോൾ കാണാൻ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാകത്തില്ലേ? ഞാൻ ഈ എന്ത് സമയം കിട്ടണം എനിക്കിവിടെ? ഒരു സെക്കൻഡൊക്കെ കിട്ടണ്ട, 5 സെക്കൻഡൊക്കെയാണ് കിട്ടണത്. ആ സമയത്ത് എന്തുകൊണ്ടാണ് ഈ സാധനം കർത്താവ് ആ സാക്ഷ്യത്തിൽ നിന്നാണ് ഞാൻ നോക്കണത്. അല്ല എനിക്കറിയത്തില്ല, എനിക്ക് ചിലപ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ. ആയിസോക്കെ നീ സാക്ഷ്യം പറഞ്ഞോളാൻ പറയും. ഒരു 100 പേര് വരുമ്പോൾ അതിൽ ഒരാളോട് ഞാൻ പറയും ആയിസോക്കെ നീ സാക്ഷ്യം പറഞ്ഞോളാൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എനിക്ക് ഒരു കർത്താവ് എനിക്കൊരു ഇൻഡ്യൂഷൻ തരും ഇറ്റ് ഇസ് ഓക്കെ ആണെന്ന്. ഡോക്ടർ എന്ത് പറഞ്ഞാലും ശരി, അവളെ കർത്താവ് സുഖപ്പെടുത്തിയെന്ന് കർത്താവ് എനിക്ക് നോട്ട് തന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഓൺ ദി സ്പോട്ടിൽ ഞാൻ പറയും സാക്ഷ്യം പറഞ്ഞോളാൻ പറയും. പക്ഷെ മറ്റുള്ളവർ പലരും വീട്ടിൽ പോയതിന് ശേഷം ടെസ്റ്റൊക്കെ ചെയ്ത് വന്നിട്ടാണ് പറയണത് സാക്ഷ്യം പറയണത്. എന്താ സംഭവം? നിങ്ങൾ പറയണതല്ലേ ഞാനും പറഞ്ഞിരിക്കണത്. എന്താ പറയണത്? ജീസസ് ഇസ് ദ ലോർഡ്. അത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ പറയണത് സെയിമാണ്, പക്ഷേ ഇഫക്റ്റ് വ്യത്യാസമുണ്ട്. ഇത് നിങ്ങളിത് ഉടമ്പടിയിലിരിക്കുന്നവരിത് മനസ്സിലാക്കണം. ഓരോ ദിവസം ചെല്ലും തോറും ഈ കഴിവ് വർദ്ധിപ്പിക്കണം. ഇപ്പം മനസ്സിലായില്ലേ? എന്താ പറഞ്ഞത്? 1:12 എന്താ പറഞ്ഞിരിക്കേണ്ടത്? അത് ഒരു സൂത്രവാക്യമാണ്. എന്താണ്? അവൻ്റെ നാമത്തിൽ പറഞ്ഞേ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. എബിലിറ്റി, കഴിവ് നൽകി, കപ്പാസിറ്റി നൽകിയെന്നാണ്. കപ്പാസിറ്റിക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താ കാര്യം? ഈ 20 കിലോന് ഒരു കപ്പാസിറ്റിയാണ്, 200 കിലോന് ഒരു കപ്പാസിറ്റിയാണ്. ഉടമ്പടിയുടെ ഗുണമെന്ന് പറയണത് നിങ്ങളുടെ ദൈവമക്കളാകാനുള്ള കഴിവെന്ന് പറയുമ്പോൾ എന്താണ് ആ കഴിവ്? എന്താണ് ആ കഴിവ്? നമുക്കറിയാമല്ലോ, മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം. ഇപ്പം നമ്മുടെ കൃപാസന വ്യാഖ്യാനങ്ങളുടെ രീതി എന്താ? അതൊരു ശാസ്ത്രീയമായ അക്കാഡമിക് വ്യാഖ്യാനമല്ല. അത് പരിശുദ്ധാത്മാവ് ഇതേ ജനറയിലുള്ള ഇതേ ഫാമിലിയിലുള്ള വചനങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും. അതിന് ശേഷവും പറഞ്ഞിട്ടുണ്ടാകും, ചിലപ്പോൾ അതിന് മുമ്പും പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുമ്പോൾ ഒരു സിംഗിൾ പേഴ്സണാണല്ല ഇത് പറയണത്. 2000 കൊല്ലം മുമ്പ് പറഞ്ഞാലും 1000 കൊല്ലം മുമ്പ് പറഞ്ഞാലും 500 കൊല്ലം മുമ്പ് പറഞ്ഞാലും അതിന് ശേഷം പറഞ്ഞാലും പറയുന്നത് പരിശുദ്ധാത്മാവല്ലേ, ദൈവവചനം. അപ്പോൾ ദൈവവചനം സെയിം ടോപ്പിക്ക് വീണ്ടും കൈകാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ തന്നെയാണ് പറയണമെന്നുണ്ടെങ്കിൽ വലിയ അർത്ഥത്തിന് വ്യത്യാസം വരാൻ സാധ്യതയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം. എന്താ കാര്യം? ഇപ്പോൾ അവൻ്റെ ഒന്ന് പറഞ്ഞാൽ അവൻ്റെ നാമത്തിൽ
വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പൊ ഈ മക്കളെന്ന് പറഞ്ഞിട്ടില്ലേ അവിടെ? അപ്പൊ ദൈവമക്കളുടെ കഴിവെന്താ? ശരിക്കും പറഞ്ഞ മക്കളാണെങ്കിൽ അവകാശികളാണ്. ക്ലിയർ അല്ലേ സംഭവം? Take the bed of God. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റോമ 8:17 നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. അപ്പൊ അവകാശം പ്രാപിക്കുന്നതിന് വേണ്ടി എന്താ ചെയ്തിരിക്കണത്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് എന്താണ്? അവൻ്റെ നാമത്തിലുള്ള വിശ്വാസമാണ്. നമുക്കറിയാമല്ലോ, ഈ വാഗ്ദാന ഉടമ്പടി വരുമ്പോൾ എല്ലാം വാഗ്ദാനങ്ങളാണ്. വാഗ്ദാനങ്ങളെല്ലാം അവകാശങ്ങളാണ്. ശരിക്കും എല്ലാ വാഗ്ദാനങ്ങളും ദൈവം നമുക്ക് അവകാശമല്ലെങ്കിൽ ദൈവം വാഗ്ദാനമാക്കത്തില്ലത്. ഈ അവകാശം നമ്മൾ പ്രാപിക്കണത് അവകാശത്തിൻ്റെ സമാന്തര വചനമോ അല്ല തത്സമ വചനമെന്ന് പറയണത് വാഗ്ദാനമാണ്. എബ്രഹാം പ്രാപിച്ചത് അവകാശമാണെങ്കിൽ അത് വാഗ്ദാനം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ വാക്കിൻ്റെ ഉള്ളിലെല്ലാം നമ്മുടെ അവകാശങ്ങളുണ്ട്. അവകാശങ്ങളെ പ്രാപിക്കാൻ വേണ്ടി നമ്മളെന്താ ചെയ്യണത്? നമ്മൾ സമരമല്ല ചെയ്യണത്. അവകാശങ്ങൾ പ്രാപിക്കാൻ നമ്മൾ എന്നാ ചെയ്യണത്? നമ്മൾ അതിൽ വിശ്വസിക്കും. ഈ വിശ്വാസമാണ് പ്രോബ്ലം. വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ഇത് ഡിഫർ ചെയ്തുകൊണ്ടേയിരിക്കും. വിശ്വാസത്തിൽ വരുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസം ഇതിൽ വരുമ്പോൾ ഭയങ്കര ഡിഫറൻസ് വരും. വിശ്വാസം ഇങ്ങനെ എല്ലാവർക്കും ഒരേ വിശ്വാസമല്ല. ഇപ്പോൾ 60 കൊല്ലമായി നിങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് 6ാം ക്ലാസ്സുകാരുടെ വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. ചിലപ്പോൾ 6ാം ക്ലാസ്സുകാർക്ക് 60 വയസ്സുകാരുടെ വിശ്വാസം ഉണ്ടാകും. ഈ വിശ്വാസത്തിൻ്റെ അടുത്തുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം പേഴ്സണലാണ് വിഷയം. മനസ്സിലായി? ആരാണ് ഏത് ഓരോ വ്യക്തിഗതമായിട്ട് വിശ്വാസം ഒരു ശരിക്കും പറഞ്ഞാൽ സബ്ജക്റ്റീവായിട്ടുള്ളൊരു കേസാണ്. അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യണതായി. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ ഗീതാകുമാരി എന്നും പറഞ്ഞ്, ഗീതാകുമാരി കൊല്ലത്തെ ചാവറയിലുള്ള ഗീതാകുമാരിയുടെ സാക്ഷ്യം നല്ലൊരു സാക്ഷ്യമാണ്. ഗീതാകുമാരിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗീതാകുമാരി ഒരു ഗതിയും പരഗതിയും ഇല്ലാതൊരു കാലത്താണ് കർത്താവിനെ കണ്ടുമുട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കടങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം UK പോകാൻ നോക്കി. UK കഴിഞ്ഞപ്പോൾ പിന്നീട് സൗത്ത് കൊറിയയിൽ പോകാൻ വേണ്ടി ആ കാശ് കൊണ്ട് ഏജൻറ്റ് പോയി. UK പോകാനുള്ള കാശ് കൊടുത്തിട്ട് പിന്നെ അവിടെ ഒരു അറിവില്ലാതെയായി. അങ്ങനെ ഉണ്ടായിരുന്ന കാശെല്ലാം ഇങ്ങനെ മറ്റു കണ്ടവൻ്റെ കയ്യിൽ അന്യാധീനപ്പെട്ടു പോയി. അപ്പോൾ ഇതുപോലെ പോയി കുടുംബത്തിൽ കടമായി. ആ സമയത്താണ് ഇവളൊരു സാക്ഷ്യം കേൾക്കണത്. അപ്പോൾ സാക്ഷ്യം കേൾക്കണ സമയമായപ്പോൾ തന്നെ ആൾ ഒരു ബിഗ് സീറോ ആയിപ്പോയി. ഗതിയില്ലാത്ത അവസ്ഥയായി. കാശെല്ലാം പോയി. ഈ ലോൺ എടുത്തും കടം മേടിച്ചുമൊക്കെ ചെയ്തിരിക്കണ കാരണം ഇവർക്ക് വരുമാനമില്ല. ഭർത്താവിൻ്റെ ജോലി പോയി, ഭാര്യയുടെ ജോലി പോയി, കുടുംബം കടത്തിലായി. അപ്പം അങ്ങനെ വന്നപ്പോൾ സാക്ഷ്യം കേട്ട് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഉടമ്പടി എടുത്താൽ മാതാവ് ഏത് കണ്ടീഷനിലും അവരെ സഹായിക്കുമെന്ന് മനസ്സിലായി. പക്ഷേ ഇങ്ങനെ മനസ്സിലായി കഴിയുമ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലാകണതാണ്. 10 പേര് കൃപാസനം പത്രം വായിച്ചാൽ അതിൽ 6 പേർക്കും അത് മനസ്സിലാകും. മാതാവിൻ്റെ അടുത്ത് വന്നാൽ കുടുംബം രക്ഷപ്പെടും. കാര്യം എന്താണ്? ആയിരക്കണക്കിന് ആൾക്കാരുടെ സാക്ഷ്യം യൂട്യൂബിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റും. അതെല്ലാം നമ്മളുടെ ജീവിത പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെ കൈകാര്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് ആൾക്കാർക്കെല്ലാം വിശ്വാസമാണ്. അപ്പോൾ ഈ ദൈവം ഈ വിഷയം നമുക്കും ഉണ്ടല്ലോ, അത് കാരണം നമ്മളെയും ദൈവം സഹായിക്കും. അതിനെന്ത് ചെയ്യണമെന്ന് തിരക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ അവർക്ക് മനസ്സിലാവും ഉടമ്പടി എടുത്താൽ മതിയെന്ന് പറയും. അപ്പോൾ അങ്ങനെ ആൾക്കാർ ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ എക്സിക്യൂഷൻ ലെവലിലാണ് പ്രശ്നം വന്നത്. എന്താ ഇത് ഉടമ്പടി നമ്മൾ പ്രാവർത്തികമാക്കത്തില്ലേ, അത് ഓരോരുത്തരുടെയും വിശ്വാസം പോലെ ഇരിക്കും.
ഓരോരുത്തരുടെയും വിശ്വാസം പോലെ ഇരിക്കും. ഇപ്പം ഗീതാകുമാരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഭിഷേക വിശ്വാസവും നമ്മൾ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡൗട്ട് അടിക്കത്തില്ല, സംശയം തോന്നത്തില്ല. എല്ലാ വിഷയങ്ങളും ഇപ്പോൾ ചെറിയ വിശ്വാസം വലിയ വിശ്വാസം കണ്ടിട്ട് അനോയിൻറ്റഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞൊരു റിലവുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡൗട്ട് തോന്നത്തില്ല. ഇപ്പം ചില ആൾക്കാരോട് പറയത്തില്ലേ, നീ വിഷമിക്കണ്ടടി, അടുത്ത പ്രാവശ്യം വരുമ്പോൾ നീ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരും. അപ്പോൾ എനിക്ക് ഞാൻ ചിലപ്പോൾ തോന്നിയതായിരിക്കുമോ, അങ്ങനെ വരുമോ, വന്നില്ല പിന്നെ അവളുടെ വിശ്വാസം പോകത്തില്ലേ, അങ്ങനെ എനിക്ക് ഡൗട്ട് അടിക്കത്തില്ല. അത് ചില ആ ഒരു ഡേഞ്ചർ സോണുണ്ട് ഇത് രൂപപ്പെട്ട് വരണ അവിടെ. അത് ആ കാലത്തിലൂടെ ഒരുവിധമൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വിശ്വാസം എപ്പോഴും അനോയിൻറ്റഡ് ഫെയ്ത്ത് ആകാൻ നോക്കണം. അനോയിൻറ്റഡ് ഫെയ്ത്തിൻ്റെ ഫുൾ എമൗണ്ട് മുടക്കുന്നത് ദൈവമാണ് ശരിക്കും. അങ്ങനൊരു വിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെങ്കിലുമൊക്കെ തോന്നിയ മാസം ഇപ്പം നിങ്ങൾക്ക് എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗീതാകുമാരിയോട് പറയും, ഇടി എല്ലാ ദിവസവും അവൾ വരും ഇവിടെ, എല്ലാ ആഴ്ചയിലും വരും ഇവിടെ. നമ്മൾ കണ്ടിട്ടില്ല, ഞാനിവരെ കാണുന്നത് കൽക്കട്ടയെ വെച്ചാണ് കാണുന്നത്. കൽക്കട്ടയെ വെച്ച് കാണാൻ കാര്യം ഇവള് ഭർത്താവും കൂടി കൽക്കട്ടയിലുണ്ട്, എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനടപ്പം കൽക്കട്ടയിലുണ്ട് കഴിഞ്ഞ മാസം സെപ്റ്റംബർ മാസം ആദ്യവാരം. അപ്പോൾ അവൾക്ക് ഭയങ്കര രണ്ടുപേര് US വിസയുടെ ബയോമെട്രിക്സിന് വന്നിരിക്കുകയാണ് അവിടെ കൽക്കട്ടയിൽ. എങ്ങനെ പോന്നിരിക്കണമെന്ന് അറിയാമോ ഈ കക്ഷികൾ? പോന്നിരിക്കണ വീട് വിറ്റൊരാളിന്. കാര്യം UK പോകാൻ വേണ്ടി കാശ് കൊടുത്താൽ കിട്ടിയിട്ടില്ല, പിന്നെ സൗത്ത് കൊറിയയിൽ പോകാൻ വേണ്ടി കാശ് കൊടുത്താൽ കിട്ടിയിട്ടില്ല. അതിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം കൂടിയിട്ട് വീട് വിറ്റതിനേക്കാൾ കൂടുതലായി കടം. അപ്പോൾ ഒന്നും കിട്ടാനില്ല. അപ്പോൾ കൊടുത്തിട്ട് അവർ സാധനങ്ങൾ മേടിക്കാതെ സാധനങ്ങൾ മാറ്റാതെ അവർ ഇറങ്ങിയിരിക്കുകയാണ്. വീട്ടിൽ ഇറങ്ങി എവിടെ പോയിരിക്കുകയാണ്? കൽക്കട്ടയിൽ ബയോമെട്രിക്സിന് പോയിരിക്കുക, US ഇൻ്റർവ്യൂവിൻ്റെ ബയോമെട്രിക്സിന്. അത് കിട്ടുകയോ ഇല്ല എന്നൊക്കെ ഒരു പിടിയില്ല. കാര്യം ഈ UK ഇൻ്റർവ്യൂ ഒക്കെ നടന്നതാണ്, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ പല ആൾക്കാർ ഇവരെ കളിയാക്കാൻ തുടങ്ങി. ഈ ഇല്ലാത്ത കാശ് കടം മേടിച്ചൊക്കെയാണ് ഇവിടെ എല്ലാ ആഴ്ചയും വരുന്നുണ്ടല്ലോ അവർ. ഇല്ലാത്ത കാശ് കടം മേടിച്ചാൽ ഇവിടെ വരണത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നാട്ടുകാർ മാത്രമല്ല, ഭർത്താവും ചോദിക്കും, നീ കൃപാസനത്തിൽ പോയിട്ട് വല്ലതും കിട്ടിയാ? വെറുതെ കടം മേടിച്ച് പോയി വെറുതെ കുടുംബം പിന്നെയും കടത്തിലാകുകയില്ല. അന്ന് അമ്മായിയമ്മയും ചോദിച്ചു, പിന്നെയും കടം മേടിച്ച് പോയി പിന്നെയും കടത്തിലാകുകയല്ലേ? ഭർത്താവും അവസാനം ചോദിച്ച്, ഇപ്പം മാതാവെല്ലാം തന്നാ? വെറുതെ. അപ്പോൾ അയാൾ തന്നെ തന്നെത്താൻ പറയും, വെറുതെ തന്നെത്താൻ പറയണപ്പോൾ ഇവർക്ക് ചങ്കലപ്പുണ്ടാകും ശരിക്കും. പക്ഷെ ചങ്കലപ്പുണ്ടെങ്കിലും ഇവൾ പറയണത്, എനിക്ക് എൻ്റെ മനസ്സിൽ അമ്മ പറയുന്നുണ്ട്, അമ്മ എന്തോ എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ ഇങ്ങനെ ചങ്കലപ്പില്ലാതെ. ഇതാണ് അഭിഷേക വിശ്വാസം എന്ന് പറയണത്. അതായത് ഇങ്ങനെ എല്ലാം തകർന്ന് തരിപ്പണമായി ഭർത്താവും അവളുടെ വിശ്വാസത്തെ കളിയാക്കുന്നു, അമ്മായിയമ്മയും കളിയാക്കുന്നു. നാട്ടുകാർ പറയും, കടം മേടിക്കാൻ ചെല്ലുമ്പോൾ മാതാവിനോട് ശനിയാഴ്ച പറയും, നാളെ ഞായറാഴ്ചയാണ്, അമ്മ എടുത്ത് പോകണം, എൻ്റെ അടുത്തൊന്നും ഇല്ല എന്ന് പറയും. ഇങ്ങനെ അമ്മയോട് തന്നെ മാതാവിനോട് തന്നെ നേരിട്ട് പറയും, നാളെ ഞായറാഴ്ചയാണ്, അമ്മ എടുത്ത് വരുന്ന ദിവസമാണ്, എൻ്റെ അടുത്തൊന്നും ഇല്ല. അതായത് കടം മേടിച്ചാൽ മാത്രമേ വണ്ടിക്കാശ് കിട്ടത്തുള്ളൂ ഇവിടെ വരാൻ വേണ്ടി. പക്ഷെ അവൾ എങ്ങനെയെങ്കിലുമൊക്കെ അത് സംഘടിപ്പിച്ചെടുക്കുക, കിട്ടുകയൊക്കെ ചെയ്തിട്ട് അവൾ വരും. മുടങ്ങിയിട്ടില്ല. മുടങ്ങാത്തതിന് വരുമ്പോൾ ഇവൾ പിന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് വണ്ടി എടുക്കുമ്പോൾ ഭയങ്കര ഹരമാണ്. പിന്നെ വണ്ടി ഓടിക്കാനുള്ള ത്രില്ലല്ലേ. വണ്ടി എടുത്താൽ പിന്നെ ഞാൻ നിർത്തത്തില്ല. എന്താ കാര്യം എന്നറിയാമോ? വണ്ടി ഓടിച്ച അപ്പം തന്നെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തുടങ്ങും. എന്തുമാത്രം ദൂരത്ത് കൊണ്ട് പത്രം കൊടുക്കാൻ പറ്റും, അപ്പോൾ എനിക്ക് സന്തോഷമാണ്. എന്താ കാര്യം? അത്രയും എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാമല്ലോ എന്ന്. ഒരു മനുഷ്യൻ്റെ അനുഭവം കണ്ടില്ലേ? ഇവരൊക്കെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വാസത്തിലേക്ക് വന്ന ആൾക്കാരാണ്. അതിൻ്റെ കമൻറ്റ് വായിക്കണം താഴേക്കുള്ള, ഞാനും നടക്കുന്ന ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞു. ഗീതാകുമാരൻ്റെ താഴെയുള്ള കമൻറ്റ് നോക്കണം, എൻ്റെ മകൾ ഞാനും ക്രിസ്ത്യാനിയാണല്ലോ എന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെ നാണിപ്പിച്ചുകൊണ്ട് വേറൊരു സമൂഹം ഇവിടെ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട്
ഒരു പീഠത്തിന്മേൽ ഉയർത്തപ്പെട്ട വിളക്കായി ദൈവം ഉയർത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ജാതിയരെ വിശ്വാസത്തിന്റെ ദീപസ്തംഭമായി നീ ഉയർത്തുന്നതിനെ നന്ദി പറയുന്നു. ഞാൻ ഈ പല വിഷയങ്ങളിലും ഞാനൊരു ഗുഡ് ബൈ പറഞ്ഞതിൻ്റെ കാരണം ഈ ഫ്രഷ് ഹാൻഡ്സിന് കിട്ടിയിരിക്കുന്ന ദൈവാനുഭവങ്ങളാണ്. ഒരു തിയോളജി ഇല്ല, ഒരു കാറ്റഗിസം ഇല്ല, അവരെ ട്രെയിൻ ചെയ്യാൻ ആളില്ല. പക്ഷേ ക്രിസ്തു ദൈവമാണെന്നുള്ളതിനെക്കുറിച്ച് അവരാരും പഠിപ്പിക്കാതെ തന്നെ ദൈവം നേരിട്ട് പഠിപ്പിച്ചിട്ടുള്ള അനുഭവങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു സമൂഹം ഇവിടെ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. കൃപാസനം പണ്ട് കടലിൽ കൺവെൻഷൻ നടത്തുമ്പോഴും നോട്ടീസ് ഞാൻ എഴുതിയിരുന്നതാണ്, ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. മിഷനാണ് സാധനം, മിഷനാണ് സംഭവം. അപ്പോൾ ഈ മിഷനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതിനൊരു അനോയിൻറ്റിങ് കിട്ടും. ഇപ്പോൾ ഈ ഗീതയുടെ അനോയിൻറ്റിങ് എന്താ? ഈ പത്രം വണ്ടിയെ കയറിക്കഴിഞ്ഞാൽ ഇവൾ പറയണത്, വണ്ടിയെ ഉള്ള കാശ് പെട്രോൾ അടിക്കും, എന്തുമാത്രം ദൂരം പോകാം അത്രയും പോകാൻ വേണ്ടി ഞാൻ ആശിക്കും. എന്താ കാര്യം? അത്രയും ദൂരത്ത് പോയി ദൂരം വരെ പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാം, തിരിച്ച് അത്രയും ദൂരത്ത് പോയി കർത്താവിൻ്റെ വചനം വിളമ്പിക്കൊടുക്കാം എന്ന് പറയുമ്പോൾ ഇത് കുറേ നാളായി കഴിയുമ്പോൾ ഇവൾ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യണത് ദൈവസ്നേഹമാണ്. പറഞ്ഞു മനസ്സിലായേ? നിങ്ങളതിൻ്റെ ടെക്നിക്ക് മനസ്സിലാക്കണം. ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യണത് സാങ്കേതികമായ ജ്ഞാനമല്ല, പ്യുവർ ലവ് ഓഫ് ഗോഡാണ് ഇൻവെസ്റ്റ് ചെയ്യണത്. അവരതിൻ്റെ ഏവിയേഷനുമായിട്ടാണ് ഓടിക്കണത് ഈ സംഭവം. പ്യുവർ ലവ് ഓഫ് ഗോഡ് കർത്താവിൻ്റെ പുറത്തുള്ള സ്നേഹത്താലാണ്. അല്ലാതെ ഉടമ്പടി എടുത്തു എനിക്ക് ഇന്ന വിഷയം, എന്നിട്ട് ഞാൻ റിസൾട്ട് വരുമ്പോൾ അവരെ വിളിച്ച് ചോദിച്ചു, ഇവരെ വിളിച്ച് ചോദിച്ചു, എന്നിട്ട് അവർക്ക് കിട്ടിക്കഴിയുമ്പോൾ ഞാനും ഉടമ്പടി എടുത്തല്ല, എന്നിട്ട് പിന്നെ എനിക്കെന്താ കിട്ടാഞ്ഞത്, ദൈവം എനിക്കെന്താ തരാഞ്ഞത് വെച്ചിട്ട് പിന്നെ മോന്തം കയറ്റി, പിന്നെ നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അളവ് കുറഞ്ഞ്, പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ എരിവ് കുറഞ്ഞ്, അങ്ങനെയൊക്കെ ഒത്തിരിയേറെ പരീക്ഷണങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അവിടെയൊക്കെയാണ് ഗീതാകുമാരിയെ പോലെയുള്ളവർ നമുക്ക് ഭയങ്കര ഒരു മാതൃകയായിട്ട് വരണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ മുമ്പും പിറകും നോക്കാതെ ദൈവത്തിനെ തന്നെ നോക്കിക്കൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ, ഇപ്പോൾ രാത്രി ഭർത്താവ് എഴുന്നേറ്റ് നടക്കുന്ന ഉറക്കമ്മനിയില്ലേ കൽക്കട്ടയിൽ നാളെ ഇൻ്റർവ്യൂ ആണ്. ബയോമെട്രിക്സ് കഴിഞ്ഞിട്ട് പിന്നെ ഇൻ്റർവ്യൂ വരുവരെ. ഇൻ്റർവ്യൂ ആണ് എല്ലാവരും വിഷമിക്കുക. എൻ്റെ ഇൻ്റർവ്യൂവിന് 10-60 പേരുണ്ടായിട്ട് 4-5 പേർക്കാണ് അവർ അക്സെപ്റ്റ് ചെയ്തത്. US ഇൻ്റർവ്യൂ ഭയങ്കര പ്രയാസമാണ്. അവർ വല്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ദൈവം അവിടെ വന്ന് എന്തെങ്കിലും ഒരു ദൈവത്തിനറിയാമല്ലോ വാട്ട് ഈസ് ഹാപ്പനിങ് എന്നറിയാമല്ലോ. അപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാതിരുന്നുള്ള അമേരിക്കനായിരുന്നു. അപ്പോൾ അമേരിക്കൻ ഇൻ്റർവ്യൂ ചെയ്യേണ്ട സമയത്ത് എന്നെ സഹായിച്ച് ശരിക്കും പറഞ്ഞാൽ ദൈവം അയാളെ എന്നെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നെങ്കിൽ എന്തെങ്കിലും കുന്ത്രാണ്ടൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കിട്ടാമെന്ന് പോയേനെ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 160 ഫോം കാണാതെ പോയി. ഞാൻ ടെൻഷൻ അടിച്ചു. ജപമാല അപ്പോഴെന്താ സംഭവിച്ചിരിക്കണത്? അത്ര എന്നെ മാറ്റി നിർത്തിയില്ലേ അവർ. ആ മാറ്റി നിർത്തിയ സമയം കൊണ്ട് ആ വെള്ളക്കാരൻ്റെ ടേൺ കഴിഞ്ഞു പോയി. ഞാൻ ചെല്ലുമ്പോൾ അയാൾ എഴുന്നേറ്റ് പോയിട്ടൊരു നീഗ്രോനെ പിടിച്ച് അവിടെ ഇരുത്തി, ഒരു ബ്ലാക്കിനെ പിടിച്ച് അവിടെ ഇരുത്തി. ബ്ലാക്ക് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ എന്തുകൊണ്ടാണ് കർത്താവ് മാറ്റി നിർത്തി. 160 ഫോം എടുത്ത് മാറ്റിയിട്ട് എന്നെ മാറ്റി നിർത്തിയത് അയാളെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്, ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി. അതായത് ഇതിൻ്റെ അകത്ത് ഒത്തിരി കളികളുണ്ട് മക്കളെ. ദൈവം നമ്മളിങ്ങനെ എവിടെയോ അനന്തമായ ദീപ്തിപുരത്തെ വാണരുളുന്ന അബ്സ്ട്രാക്റ്റ് പ്യുവർ ആക്റ്റായിട്ട് ഇരിക്കുകയല്ല. കൃപാസനത്തിൽ വരുന്ന ഉടമ്പടിയുടെ ദൈവം എന്ന് പറയണത് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിന് ഏതറ്റം വരെയും പോണ ആളാണ്. ഐ കം വിത്ത് യു വെയറെവർ യു ഗോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നീ എവിടെ പോയാലും നിന്നോട് കൂടെ ഞാൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ചെയ്താൽ നമ്മുടെ ഈച്ച് ആൻഡ് എവറിത്തിങ്സിനെ നമ്മുടെ കൂടെ അങ്ങ് വരികയാണ്. എന്ന് ഗീതാകുമാരി പറയും, ഇവിടെ മനുഷ്യ താനെന്തിന് വിറക്കണേ, ഞാൻ കിടന്ന് ഉറങ്ങണം കണ്ടില്ലേ. അതാ വിഷയം. അയാൾക്ക് നാളെ ഇൻ്റർവ്യൂ ആണ്. ഭർത്താവ് വേർപ്പ് കൊണ്ട് എഴുന്നേറ്റ് എന്ത് ചോദിക്കും, എന്ത് മറുപടി പറയും, എന്ത് ചോദിക്കും, എന്ത് മറുപടി പറയുമെന്ന് വെച്ചാൽ ഈ മനുഷ്യൻ ഉറക്കമില്ല. ഗീത ഇടയ്ക്ക് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഈ മനുഷ്യൻ ഇരുട്ടത്ത് അങ്ങോട്ട് നടക്കണം കാണാം കൽക്കട്ടയിൽ ലോഡ്ജിൽ. അപ്പം ഇവിടെ മനുഷ്യൻ താൻ കിടന്ന് ഉറങ്ങ്, ഞാൻ കിടന്ന് ഉറങ്ങണം കണ്ടില്ലേ, ഒന്നും ചോദിക്കില്ല, അമ്മ നമുക്കിത് തരും. ഇതാണ് അഭിഷേക വിശ്വാസം എന്ന് പറയണത്. എന്നുവെച്ചാൽ സ്വന്തം ഭർത്താവ് വേർത്തൊലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പറയും, എന്ത് ചോദിക്കും, എങ്ങനെ വരുമെന്ന് അറിയാൻ പല വിഷമിച്ച് കിടക്കുമ്പോൾ ഭാര്യ കിടന്ന് കൂളായിട്ട് കിടന്നുറങ്ങും. ഇതാണ് അനോയിൻറ്റഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഒന്നും എന്നിട്ട് അയാൾ പറയും, അമ്മയല്ലേ ഇതേറ്റിരിക്കണം, നമ്മളല്ലല്ലോ, അമ്മ അവിടെ ഇൻ്റർവ്യൂവിന് ഉണ്ടാകത്തില്ലേ,
പിന്നെ എന്താണ്, താനൊരു പണി ചെയ്യും, ഈ കാശൊരു എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ. രാവിലെ ഇരുന്നൊക്കെ പറയും ഈ കാശിരിക്കട്ടെ, എന്നിട്ട് പോക്കറ്റിൽ താൻ ഇങ്ങനെ പിടിച്ചാൽ മതി, ഇപ്പോൾ താൻ കൈയെടുക്കരുതെന്ന് പറയും. താൻ കൈയെടുക്കരുത്, എൻ്റെ കൂടെ വന്നാൽ മതി, ഇൻ്റർവ്യൂവിന് പോവുകയാണ്, എൻ്റെ കൂടെ വന്നാൽ മതി. ഈ വിശ്വാസം കൈമാറണ കണ്ടില്ലേ? ഇയാൾക്കാണെങ്കിൽ വിശ്വാസം ഇല്ല. ഇയാൾ ഇവിടെ വന്നതിൻ്റെ അകത്ത് കയറത്തില്ല, ആൾക്കാർ കൂടണ പുള്ളിക്ക് അരിശമാണ്. അതുകൊണ്ട് ഒരിക്കലും അച്ഛനെ കാണാൻ പറ്റുകയില്ലെന്ന് എനിക്കറിയാം. കാര്യം അച്ഛൻ്റെ ഇവിടുത്തെ എപ്പോഴും ആൾക്കാരുണ്ടാകത്തില്ല, അപ്പോൾ ഇയാൾ വരത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്നിട്ട് ഇയാൾ ഇൻ്റർവ്യൂവിന് പോയി ക്യൂ നിൽക്കുമ്പോൾ ഇവൾ കൂളായിട്ട് എന്തും മറുപടി പറയാൻ വേണ്ടി റെഡിയായിട്ട് അവൾക്ക് ആന്തരികമായ ധൈര്യം കിട്ടിയിട്ടുണ്ട്, അഭിഷേകം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൾ അവർ പ്രശ്നമില്ല. നോക്കുമ്പോൾ ഭർത്താവ് നോക്കിയപ്പോൾ ഭർത്താവ് നെഞ്ചത്ത് കൈയും വെച്ചുകൊണ്ട് പുറകെ നിൽക്കുകയാണ് കൂളായിട്ട്. അപ്പോൾ ഉടനെ മാതാവേ ആ പാവത്തിന് നിപ്പ് കണ്ട, വെളുപ്പിനെ ഞാൻ പറഞ്ഞതാണ് നെഞ്ചത്തുനിന്ന് കൈയെടുക്കരുതെന്ന്. അയാളെ കൈയെടുത്തിട്ടില്ല കേട്ടാ. അയാൾക്കെങ്ങാനും തോറ്റുപോയാൽ നിനക്കാണ് എൻ്റെ കുഴപ്പമെന്ന് പറയും. ഞാൻ പറയാനുള്ള പറഞ്ഞിട്ടുണ്ട്. എന്ത് രസമാണ് അത്. അയാളെ ഭർത്താവിനോട് പറഞ്ഞ് നെഞ്ചത്തുനിന്ന് കാശ് വിട്ടിട്ട് നെഞ്ചത്തുനിന്ന് കൈയെടുക്കാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞ്. അപ്പോൾ അയാളതനുസരിച്ച് അയാൾ ഇൻ്റർവ്യൂവിന് ഈ ക്യൂവിൽ നോക്കുമ്പോഴുണ്ട് ആ പാവപ്പെട്ടവൻ ഇങ്ങനെ നെഞ്ചത്ത് കൈയും വെച്ചുകൊണ്ടിരിക്കുകയാണ്, കാശുരം വെച്ച് അവനെ പൊത്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ ഗീത നോക്കിയപ്പോൾ ഭർത്താവ് നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ടിരിക്കണ കാണുന്നു. ഉടനെ മാതാവിനോട് അവൾ പറയുന്നത്, കണ്ട ആ മനുഷ്യൻ മാറി, നിന്നെ വിശ്വസിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നീ എങ്ങാനും അവനെ കൈവിട്ടാൽ പിന്നെ എനിക്ക് നിലനിൽപ്പില്ല വരുമെന്ന് പറഞ്ഞു. അതാണ് പ്രാർത്ഥന, അതാണ് ആത്മബന്ധത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറയണത്. ദൈവത്തോട് ഇങ്ങനെ അങ്ങോട്ട് സംസാരിക്കാൻ തോന്നണം. പ്രയർ ലൈഫിൻ്റെ പോക്ക് കണ്ടില്ലേ? ആ മനുഷ്യൻ അതുപോലെ കേട്ട് അയാളോടൊരു ചോദ്യം ചോദിച്ചില്ല, ടേക്ക് വാക്ക് ഓവറായി, ഒരു കുഴപ്പമില്ല, അയാൾ ജയിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയെ ഇൻ്റർവ്യൂ ചെയ്യിച്ചു. അപ്പം ഞാൻ തന്നെ ഈ സാക്ഷ്യം കേട്ട് വാപിളിച്ചു പോയി. കാര്യത്തിൽ കഴിഞ്ഞാൽ ഞാൻ ആ ക്യൂവിൽ നിൽക്കുമ്പോൾ ഒത്തിരി പേര് നിലയും വിളിച്ചുകൊണ്ട് ഫയലും തലയെ വെച്ചുകൊണ്ട് പോകണം ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർക്ക് എന്താണ് യോഗ്യത? ഇവർ സൗത്ത് കൊറിയയിൽ നിന്ന് പോകുന്ന ആൾക്കാരാണ്, ഇംഗ്ലണ്ടിൽ നിന്ന് പോകുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവർക്ക് എന്താ യോഗ്യത? ഇവരുടെ യോഗ്യത അനോയിൻറ്റഡ് ഫെയ്ത്താണ്, കറുപ്പില്ലാത്ത വിശ്വാസം. ഇവിടുന്ന് എന്താണ് പറഞ്ഞിരിക്കണത് അത് അവരുടെ രീതിയിൽ അങ്ങോട്ട് അതിനേക്കാൾ മെച്ചോട്ട് ചെയ്യും. നിങ്ങൾക്ക് ചിലർക്ക് പറ്റിക്കണ അബദ്ധം എന്താ അറിയാമോ? ഇവിടുന്ന് എന്ത് പറഞ്ഞാലും നിങ്ങളുടെ രീതി എന്ത് കുറച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കണത്. അതാണ് പ്രശ്നം വേണ്ടത്. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ് പത്രം നിങ്ങളെല്ലാവരും ഓരോരുത്തരായിട്ട് പത്രം ആൾക്കാരുടെ കയ്യിലെത്തിക്കണം, വിശ്വാസപ്രമാണം ചെല്ലണമെന്ന് പറയും. അപ്പോൾ ചിലരാണെന്ന് പറഞ്ഞാൽ കയ്യിലെത്തിക്കണം എന്നല്ലേ അച്ഛൻ പറഞ്ഞുള്ളൂ. പള്ളിയുടെ വാതിക്കെ കൊണ്ട് വെച്ചാലും ആൾക്കാരുടെ കയ്യിലെത്തിക്കൊള്ളുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനകത്ത് വെള്ളം ചേർക്കും. നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ തന്നെ ദൈവവും നിങ്ങളുടെ കാര്യത്തിൽ വെള്ളം ചേർക്കും. കാര്യം എന്താ കാര്യം? അത് കർത്താവ് നയം വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ അളക്കുന്ന കോലുകൊണ്ട് തന്നെ നിങ്ങൾക്കും അതാണ് സംഭവം. ഈശോയുടെ ഒരു ഗുണം അത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 6:38. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. പറഞ്ഞേ, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. ഇതൊരു അപകടം പിടിച്ച പരിപാടിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് ദൈവത്തിന് ഇപ്പം ആത്മവിശ്വാസി വന്നിട്ട് ഇതെങ്ങനെ ദൈവത്തിന് പണി കൊടുക്കാനേ നോക്കത്തുള്ളൂ. കൂട്ടുകാരുമായിട്ട് വരും, ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്ത് വെച്ചും പറയും അപ്പം 4 പേരും കൂടിയാണ് വരുന്നത്. ആലപ്പുഴയും കാണാം, ബീച്ചിലും പോകാം, കാന്മാരിക്കുളത്തും പോകാം, ഹൗസ് ബോട്ടിലും പോകാം. ഉടമ്പടി എടുക്കാൻ പറഞ്ഞാൽ വരുന്നതേ കൂട്ടുകാരിങ്ങനെ കിളയായിട്ടല്ല വരുന്നത്. ഒരാളിനാണ് ഉടമ്പടി എടുക്കേണ്ടത്. നീ എടുക്ക്, നമുക്ക് ആലപ്പുഴ പോകാമല്ല, അപ്പോൾ ബീച്ചിലും പോകാം, മരൽ ബീച്ചിലും പോകാം, എല്ലായിടത്തും പോകാം, ഉടമ്പടി എടുക്കാം. അങ്ങനെ ഉഴപ്പാൻ വേണ്ടി ഉടമ്പടിക്ക് കൂടെ വരുന്ന കൂട്ടുകാരുണ്ട്. അവരായിരിക്കും നിങ്ങളുടെ ശവം കുഴിച്ചിടാൻ പോണത്, ഒരു സംശയമില്ല. അവർ ഓരോ സമയത്ത് പറയുമ്പോൾ എന്തൊക്കെ അച്ഛൻ എന്ത് പറഞ്ഞിടി? അച്ഛൻ പറഞ്ഞു, അച്ഛനൊന്നും പറഞ്ഞില്ല, ഈ പത്രമെല്ലാം കൊടുക്കണമെന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, 4 ഞാൻ കൊടുക്കാം, 4 നീ കൊടുക്ക്, 4 അവൻ കൊടുക്കുമെന്ന് പറയും. കൂട്ടുകാരെല്ലാം കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്യും. തീർന്നില്ല പരിപാടി. ഇപ്പം 4 പത്രമാണ് ഇവ കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം എന്താ ചെയ്തിരിക്കണേ? കുരങ്ങനെ കൊണ്ട് ചൂട് പായസം കോരിക്കണ പോലെ കണ്ടവനെ കൊണ്ട് എംബ്രാൻ്റെ വെട്ടത്ത് വാരിയുടെ അത്താഴം. അതാണ് സാധനം. ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങളിങ്ങനെ ഉടമ്പടി ഡയലൂട്ട് ചെയ്യുമ്പോൾ ഉള്ള കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അളക്കുന്ന അളവുകോല് കൊണ്ട് തന്നെ നിങ്ങൾക്കും അതാണ് സംഭവം. അത് കർത്താവ് നയം നേരത്തെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ദൈവത്തിന് പണി കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾ അഭ്യാസം കാണിക്കരുത്.
ഉടമ്പടി ചെയ്യേണ്ടത് വെച്ചാൽ ഞങ്ങൾ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 ചെയ്യണം. പ്രഭാഷകൻ അങ്ങനെ പറയണം. അവൻ 1 പ്രാവശ്യം എന്നോട് പറഞ്ഞു, ഞാൻ 2 പ്രാവശ്യം കേട്ടെന്ന്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. 62-ാം സങ്കീർത്തനം 11-ാം തിരുവചനം. സങ്കീർത്തനം 62:11. ദൈവം 1 പ്രാവശ്യം അരുൾ ചെയ്തു, 2 പ്രാവശ്യം ഞാനത് കേട്ടു, ശക്തി ദൈവത്തിൻ്റെതാണ്. മനസ്സിലായില്ലേ? ഇത് നിസ്സാര വചനമല്ലേ ഇത്? എന്താണ് പറഞ്ഞത്? ഒന്ന് വായിച്ചേ. ദൈവം 1 പ്രാവശ്യം അരുൾ ചെയ്തു. ദൈവം 1 പ്രാവശ്യം അരുളി ചെയ്തു. ദൈവം 1 പ്രാവശ്യം അരുൾ ചെയ്തു. 2 പ്രാവശ്യം ഞാനത് കേട്ടു. ശക്തി ദൈവത്തിൻ്റെതാണ്. ശക്തി ദൈവത്തിൻ്റെതാണ്. അപ്പൊ ബലം, ശക്തി നമുക്ക് തരണത്, നമുക്ക് ദൈവം ശക്തി തരുമ്പോൾ നമ്മളെന്താ, നമ്മൾ ബലം പ്രാപിക്കും. അപ്പൊ ദൈവത്തിൻ്റെതാണ് ശക്തി. ദൈവമാണ് അന്തിമ തീരുമാനം എടുക്കുന്നത്. നമ്മൾ എംപവർ ചെയ്യണോ വേണ്ടയോ, എത്രത്തോളം എംപവർ ചെയ്യണം എന്നുള്ള ആരാ തീരുമാനിക്കണത്? ദൈവമാണ്. അപ്പോൾ എങ്ങനെ അതിൻ്റെ മെക്കാനിസം എന്താണ്? അവൻ 1 പ്രാവശ്യം എന്നോട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തു? ഞാൻ കേട്ടില്ലല്ലോ എന്നല്ല പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഞാൻ കേട്ടില്ലല്ലോ, ഒന്നുകൂടി പറയാമെന്നല്ല ചോദിച്ചത്. അവൻ 1 പ്രാവശ്യം എന്നോട് പറഞ്ഞു, ഞാൻ 2 പ്രാവശ്യം പറഞ്ഞതുപോലെയാണ് എടുത്തതെന്ന്. മനസ്സിലായില്ലേ? എൻ്റെ അർത്ഥം എന്താണ്? അവൻ 1 പ്രാവശ്യം എന്നോട് പറഞ്ഞു, 2 പ്രാവശ്യം ഞാൻ കേട്ടെന്ന് പറഞ്ഞാൽ അവൻ എന്നോട് 2 പ്രാവശ്യം പറഞ്ഞതുപോലെയാണ്. 1 പ്രാവശ്യം പറഞ്ഞപ്പോഴേ ഞാൻ എടുത്തത് അവൻ 2 പ്രാവശ്യം എന്നോട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിവരയിട്ട് പറഞ്ഞെന്നാ പ്രശ്നം. അടിവരയിട്ട് പറഞ്ഞതുപോലെ ഞാൻ കേട്ടു. അപ്പോൾ ദൈവവചനം ഇപ്പം നോക്കുക, ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുകയാണ് ഉടമ്പടി. അവൻ പറയണ പോലെ ചെയ്തോളാമെന്നാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അവൻ പറഞ്ഞ പോലെ ചെയ്തോളാമെന്നാണ് പറഞ്ഞത്. പക്ഷെ അവൻ പറയണത് എന്താണ്? അവൻ 1 പ്രാവശ്യം പറയുമ്പോൾ നമ്മളെന്ത് ചെയ്യണം? ഇത് ബൈബിളിൻ്റെ ഒരു രീതിയാണ്. എന്നുവെച്ചാൽ ഇതിനോട് ഉപലപരമായിട്ടൊരു വചനം പറയാമെന്നറിയാവോ? നിങ്ങളോട് 1 മൈൽ പോകാൻ പറഞ്ഞവൻ്റെ കൂടെ നിങ്ങൾ 2 മൈൽ പോകണം. മത്തായി 5:41. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോകുക. ഇത് ഓൺലൈൻ വ്യാഖ്യാനമാണ്. കണ്ടില്ലേ? വചനം കൊണ്ട് വ്യാഖ്യാനിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രീതി എന്ന് പറയുന്നത്, ഇപ്പം 1 മൈൽ ദൂരം പോകാൻ. ഇപ്പം നിങ്ങളോട് എന്താ പറഞ്ഞത്? നിങ്ങളെ രോഗികൾക്ക് ആശുപത്രിയിൽ നിങ്ങൾക്ക് ഈ പത്രപ്രേക്ഷിത്വം തുടങ്ങി എങ്ങനെയാണെന്ന് അറിയാവോ? ഞാനും വിജയകുമാരും കൂടി 2013 ഇതുപോലെ 90 കൊന്തയും ചൊല്ലി മാതാവിൻ്റെ മുമ്പ് നിൽക്കുകയാണ്, വെള്ളാങ്കണ്ണി. അപ്പോൾ ഇതുപോലെ പോരാൻ നേരത്താണ് അമ്മ സബ്മിറ്റ് പറയണത്. അപ്പോൾ അമ്മ പറഞ്ഞ് ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞ്, ഹോസ്പിറ്റൽ മിഷൻ. ഉടനെ ഞാൻ വിജയകുമാറിനോട് വണ്ടി കയറി, ഞങ്ങൾക്ക് അവിടെ വേളാങ്കണ്ണിയിൽ ട്രെയിൻ അവിടം വരെ ആ പള്ളിയുടെ അടുത്ത് വരെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടുന്ന് ഓട്ടോറിക്ഷക്കാണ് പോകണത് അങ്ങോട്ട്. ഓട്ടോറിക്ഷയിൽ കയറാൻ നേരത്ത് ഞാൻ പറഞ്ഞ്, അവസാനം അമ്മ പറഞ്ഞ മനസ്സിലായാ? കേട്ടാ? എന്താ? എന്നോടൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞ്. അമ്മ പറഞ്ഞു ഹോസ്പിറ്റൽ മിഷൻ തുടങ്ങാൻ പറഞ്ഞെന്ന് പറഞ്ഞ്. അപ്പോൾ വിജയകുമാർ എന്നോട് ഓട്ടോറിക്ഷയായിരുന്നെന്ന് ചോദിച്ച്, നമ്മൾ മിഷൻ ഹോസ്പിറ്റൽ തുടങ്ങും അല്ലേ? ഞാൻ പറഞ്ഞു നമുക്ക് ആ പണിയില്ലല്ലോ. എന്നുവെച്ചാൽ ഈ ഹോസ്പിറ്റലൊക്കെ ഓരോ ആശുപത്രി ഇല്ലേ, ലോകത്ത് ഈ പ്രൈവറ്റ് ആശുപത്രി ഉണ്ടല്ലോ, അതുപോലെ എന്തോ തുടങ്ങാൻ പോകണമെന്നാണ് വിജയകുമാറിന് തോന്നിയത്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഹോസ്പിറ്റൽ മിഷൻ, ഹോസ്പിറ്റലിൽ പോയിട്ട് കിടപ്പ് രോഗികളുടെ കൂടെ ഇരുന്നിട്ട് ദൈവത്തിൻ്റെ സൗഖ്യത്തെക്കുറിച്ച് അവരോട് സുവിശേഷം പ്രസംഗിക്കാം. ദൈവം നൽകുന്ന സൗഖ്യത്തെക്കുറിച്ച് നമ്മുടെ പത്രം വായിച്ചവരെ കേൾപ്പിക്കും. അപ്പോൾ ഞാനിവിടെ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി, എല്ലാവരും ഉണ്ട്, ഇപ്പോൾ ജോമോള എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ. ഞങ്ങൾ വിളിച്ചത് പറഞ്ഞത് നമ്മൾ ഹോസ്പിറ്റൽ മിഷൻ തുടങ്ങാൻ പോകുന്നു. അമ്മ ഈ പ്രാവശ്യം പറഞ്ഞത് അതാണ്. നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് ഇഷ്ടമുള്ളവർ വരാൻ പറഞ്ഞു. അപ്പോൾ 10-40 പേര് വന്ന്, 10-40 പേര് 2013 40 പേര് വന്നിട്ടും പറഞ്ഞ് എങ്ങനെ ചെയ്യണം അച്ഛാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് നിങ്ങൾക്കിത് അങ്ങോട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് പാവപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടുള്ള വണ്ടിക്കാശ് തരും, തിരിച്ചു വരാനുള്ള വണ്ടിക്കാശ് തരും. നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് ചിലവാകത്തില്ല, കൃപാശ്രയം തരും കാശ്. പിന്നെ പത്രം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരും. എന്നിട്ട് നിങ്ങൾക്ക് ഈ പത്രം കൊണ്ടുപോയിട്ട് ആശുപത്രി കിടപ്പ് രോഗികൾക്ക് കൊടുക്കണം. അവർക്ക് സമയമുണ്ട് ഒത്തിരി.
ഒന്നിനും സമയമില്ലാഞ്ഞ ആൾക്കാരല്ല, പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാഞ്ഞ ആൾക്കാരാണ് അവരൊക്കെ. ഇപ്പം ആവശ്യത്തിന് സമയമുണ്ട്. ആത്മാക്കളെ വേട്ടയാടി പിടിക്കുക എന്ന് പറയാം അതിന്. എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഒന്ന് പള്ളിയിൽ പോകണമെന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം, മനസ്സമ്മതമുണ്ട്, അളിയൻ്റെ മനസ്സമ്മതമുണ്ട്, എന്തെങ്കിലും കുറേ കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തിന് കൊടുക്കേണ്ട സമയം ലോകത്തിന് കൊടുത്ത് ജീവിച്ചിട്ട് ഇപ്പം ആവശ്യത്തിന് സമയമുണ്ട്. ഓപ്പറേഷനൊക്കെ നടത്തി അവിടെ ലാവിഷായിട്ട് മരുന്നും കഴിച്ച് ഭക്ഷണം കഴിച്ച് കിടക്കുകയാണ്. അപ്പോൾ മര്യാദക്കുണ്ട് ഇവരുടെ കാര്യം പറയണമെന്ന് പറയും. എനിക്കത്ര സഹതാപമുള്ള ആളല്ലേ കാര്യം നിങ്ങൾക്കറിയാവില്ല. ഇവിടെ ഒരു മിനിറ്റ് കുർബാനക്ക് അച്ഛൻ ഏവങ്കേലിയോൻ എടുത്തതിന് ശേഷമേ ചില ആൾക്കാർ പള്ളി വരത്തുള്ളൂ. ഒരു സമയമില്ല. അത് അച്ഛൻ്റെ പ്രസംഗം തീർന്നു കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകാം, പള്ളി എത്തിയാൽ മതിയല്ല, പിന്നെ ഒരു 10-20 മിനിറ്റ് അവിടെ ഇരുന്നാൽ മതിയല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നിനും സമയമില്ലാത്ത ആൾക്കാർക്കൊക്കെ ദൈവം 5-6 മാസമൊക്കെ ആശുപത്രി കിടക്കാൻ വേണ്ടി സമയം കൊടുത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അവിടെ വെറുതെ കിടന്നിട്ട് കാര്യമില്ല. മര്യാദക്ക് ദൈവത്തെ ഇനി തിരിച്ചു വരുമ്പോൾ ആ പഴയ സാധനമായിട്ട് വന്നാൽ ഇനിയും ആശുപത്രി തിരിച്ചു പോകേണ്ടി വരും. അതുകൊണ്ട് ഇതുകൊണ്ട് വായിച്ച് കേൾപ്പിക്കാൻ പറഞ്ഞു. വായിക്കാൻ അത് കൊടുക്കാനേ ഉള്ളത്. അവർക്ക് ആവശ്യം സമയമുണ്ടല്ലോ. അവർ മനോരാജ്യവും പല രാജ്യങ്ങളൊക്കെ പിന്നെയും വായിച്ച് അവർ പ്രണയം, ഈ വയസ്സന്മാർക്ക് പോലും പ്രണയം തലയടിച്ചിരിക്കുകയാണ് മാമ്പഴമൊക്കെ വായിച്ച്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ചികിത്സയാണ്, ആധ്യാത്മിക ചികിത്സ. അമ്മ പറഞ്ഞതാണ് വേളാങ്കണ്ണി വെച്ച്. ഞങ്ങൾ ആ ചികിത്സ കൃത്യമായിട്ട് ചെയ്ത് 3 കൊല്ലം ചെയ്ത്. ഹോസ്പിറ്റൽ ഫീസ് ഇപ്പം കൂടുന്നുണ്ട്. ഇപ്പം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന തുണികളെല്ലാം അവർക്ക് കൊടുക്കുന്നു. ആ തുണികൾ അവർ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി രോഗികൾക്ക് കൊടുക്കുന്നതാണ് ഇപ്പം ചെയ്യണത്. കാര്യം ഹോസ്പിറ്റൽ മിഷൻ ഇപ്പം നിങ്ങളല്ല ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ആ മിഷൻ മാറ്റി. ആ മിഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്നെ ഞെട്ടിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിപ്പാട് ആശുപത്രിയിൽ പോയ പാർട്ടി പത്രം കൊടുക്കുമ്പോൾ ഒരു വല്യപ്പൻ പറഞ്ഞ് എൻ്റെ കണ്ണട പോയിരിക്കുകയാണ്, ഇത് കണ്ണ് കാണാൻ പാടില്ല, വായിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഉടനെ ഈ കൊണ്ടുപോയ ആൾ അവിടെ ഇരുന്ന് ആ കട്ടിലേ ഇരുന്ന് കൊണ്ട് ആ പത്രത്തിൻ്റെ 8 പേജും ഈ വല്യപ്പനെ വായിച്ച് കേൾപ്പിച്ച് 2.5 മണിക്കൂർ. നോക്കിയേ, ഉടമ്പടിക്ക് മുമ്പുണ്ടായിരുന്നൊരു കൃപാസനത്തിൻ്റെ ഒരു പരിച്ഛേദമാണേ 2.5 മണിക്കൂർ. ഇത് ആരാണെന്നറിയാവോ? ഇവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പഞ്ചായത്ത് മെമ്പറാണ്, നോൺ ക്രിസ്ത്യനാണ്. ഇവർ ചെയ്തിരിക്കുന്ന പരിപാടിയാണിത്. അവരിപ്പോഴും ഉണ്ട് കൃപാസനത്തിൽ പരിശുദ്ധയായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി അവരോട് ഞാൻ 1 പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം ഞാൻ കേട്ടു. അതാണ് സാധനം. നമ്മൾ പത്രം കൊടുക്കാനേ പറഞ്ഞുള്ളൂ. അവിടെ ഇരുന്നുകൊണ്ട് 2.5 മണിക്കൂർ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് വിഷയം. നിങ്ങൾ പലരും ചെയ്യണത് ഈ പറഞ്ഞതിൻ്റെ അകത്ത് എന്ത് കുറക്കാൻ പറ്റുമെന്നതൊക്കെയാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ആട് കച്ചവടം, ആന കച്ചവടമൊക്കെ പറയുമ്പോൾ ഒരു എമൗണ്ട് പറയത്തില്ലേ. അപ്പോൾ ഉടനെ നമ്മൾ ചോദിക്കും വല്ലതും കുറക്കാൻ പറ്റുമെന്ന് ചോദിക്കത്തില്ലേ. അതൊരു കച്ചവടം പോലെയാണ് സംഭവം. ആനക്ക് 1,00,000 രൂപ. അപ്പോൾ ചോദിക്കും വല്ലതും കുറക്കാൻ പറ്റുമോ? ഇപ്പോൾ ഉത്സവത്തിനൊന്നും ആനയെ എഴുന്നള്ളിപ്പിക്കണില്ലല്ലോ, അപ്പോൾ വലിയ തടി വലിക്കാനും അത് കേടാണ്, അതിന് JCB ഉണ്ട്, വല്ലതും കുറക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അങ്ങനെ നിങ്ങളും ദൈവത്തോട് ഒരു പ്രേക്ഷിത പ്രവർത്തനം തരുമ്പോൾ വല്ലതും കുറക്കാൻ പറ്റുമെന്ന് ചോദിക്കത്തില്ലേ. ദൈവം ആത്മാർത്ഥമായിട്ട് കുറക്കും. എന്താ അറിയാം, നിങ്ങൾക്ക് തരാനുള്ള അനുഗ്രഹം കുറക്കും. അതാണ് പ്രശ്നം. നിങ്ങൾ വെറുതെ വന്ന് പണിമേടിക്കണേ. അതുകൊണ്ട് ഈ വിഷയത്തിൽ കുറച്ച് സത്യസന്ധമായിരിക്കണം. അതായത് നിന്നോട് ശണ്ട കൂടിയെന്ന് വിചാരിച്ചോ, നിൻ്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ പോകാൻ പറഞ്ഞത് സ്നേഹത്തിൽ പോകാൻ പറഞ്ഞാണ്. ഇനി വേറെ ശണ്ടപ്പാർട്ടിയുണ്ട്. ശണ്ടപ്പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണ്ടായിസം കാണിച്ചുകൊണ്ട് നിൻ്റെ അടുക്ക് കത്തി കാണിച്ച് ചെയ്യണമെന്ന് പറയും. അവനെ ഇതിനകത്ത് കർത്താവ് പറയുക, അങ്ങനെയുള്ള ആൾക്കാർ സമൂഹത്തിൽ ഉണ്ടാവും. ഗുണ്ടായിസം കാണിച്ചുകൊണ്ട് നിന്നോട് ചെയ്യാൻ പറയുന്നവരുണ്ടാവും. അപ്പോൾ അവനോടും പറയണം, ശണ്ട കൂടി നിന്നോട് ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നവനെ മേലങ്കി കൂടി കൊടുക്കണം പറയും. നിന്നോട് ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കാൻ പറയും. ഈ കൊടുക്കുക എന്നുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഒരു കൃപ ആർജനത്തിൻ്റെ ഒരു സംഭവമാണ്. വാങ്ങിക്കാനുള്ള സന്തോഷത്തേക്കാൾ ഉപരി കൊടുക്കാനുള്ള സന്തോഷം ഉണ്ടാകണം. അതിനൊരു അനോയിൻറ്റിങ് ഉണ്ട്, പ്രത്യേകിച്ച് അനോയിൻറ്റിങ് ഉണ്ട്. ഉടമ്പടി ഒരു ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അനോയിൻറ്റിങ് ആയില്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടി പുതുക്കാൻ അർഹരല്ലെന്ന് എൻ്റെ അർത്ഥം. നമുക്ക് വാങ്ങിക്കുമ്പോൾ എന്ത് സന്തോഷമാണ്. ഒരു സാരി നല്ല ആൾ തന്ന് നമുക്ക് സന്തോഷമല്ലേ. അപ്പോൾ നമുക്കൊരു സാരി കൊടുക്കാനാണെങ്കിൽ പെട്ടി സ്ഥലവിലേക്ക് കൊടുക്കും, ഭയങ്കര സന്തോഷമായിരിക്കും. പെട്ടി സ്ഥലം ഉണ്ട്, നിങ്ങൾ കൊടുക്കാൻ 2 ഉള്ളെങ്കിൽ അയ്യോ ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ ആയിരിക്കും, മഴക്കാലത്തൊക്കെ ഉടുക്കാൻ സാധനം വേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത സാരി പിന്നെ എടുത്ത് അകത്ത് വെക്കും. അപ്പോൾ നിങ്ങൾ ഉടമ്പടിയിലല്ല ശരിക്കും പറഞ്ഞാൽ.
ദൈവത്തിന് അറിയാമല്ലോ ഇത്. കൈ ചുരുങ്ങിയ, കൈ സൂക്ഷിച്ചു പോയ ആളാണ് കർത്താവ്. എപ്പോഴും കൈ സൂക്ഷിച്ചു പോയ ഒരാളെ കാണുന്നത്. മർക്കോസ് 3:3. കൈ ശോഷിച്ചവനോട് അവൻ പറഞ്ഞു, കൈ സൂക്ഷിച്ചവനോട് അവൻ പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? അവർ നിശബ്ദരായിരുന്നു. അവരുടെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. ഉടമ്പടി ഇത്രയും നിങ്ങളോട് പറയുന്നുള്ളൂ. എന്താ പ്രശ്നം? യേശു എന്താ പറയണത്? നിങ്ങൾ കൈ സൂക്ഷിച്ചിരിക്കുകയാണ്. അർത്ഥ കൈ കുപ്പിലേക്കാത്ത പാർട്ടിയാണ്. കൈയൊക്കെ നേരെ ഉണ്ടാകുവേ. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിലാണ് നീണ്ടിരിക്കണ കൈ. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ കൈയെല്ലാം സൂക്ഷിച്ചിരിക്കുകയാണ്. നീളത്തല്ല, ആരെ കണ്ടാൽ നീളത്തില്ല. ഒരു രോഗിനെ കണ്ടാൽ നീളത്തില്ല, ഇല്ലായ്മക്കാരനെ കണ്ടാൽ നീളത്തില്ല. കൈ ഇങ്ങനെ സൂക്ഷിച്ചതിനെ ഇരിക്കും. ഇങ്ങനെ ആർക്കും ഒന്നും കൊടുക്കത്തില്ല. അർത്ഥയ്ക്ക് ഉപ്പ് ചേക്കാത്ത ആൾക്കാരോട് ദൈവം പറയും, കൈ നീട്ടുക. എന്താണ്? കൈ നീട്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഉടമ്പടി കൊടുത്തുകൊണ്ട് നിൻ്റെ കൃപയുടെ നിലവാരം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി പ്രയോഗമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, മനുഷ്യന്മാർക്ക് ഒന്നും കൊടുക്കാതെ, ആവശ്യപ്പെട്ടവൻ ചോദിച്ചാലും കൊടുക്കാതെ എന്റെ കൈ സൂക്ഷിച്ചു പോയതായി നീ കണ്ടെത്തിയെങ്കില് ഉടമ്പടിയിലൂടെ എന്റെ സൂക്ഷിച്ച കയ്യെ, കൊടുക്കാത്ത കയ്യെ നീ സുഖപ്പെടുത്തിക്കൊണ്ട് നിന്റെ ദാനത്തിന്റെ, നിന്റെ ഔദാര്യത്തിന്റെ ആളായ്മയായി എന്നെ ഉയർത്തണമേ, എന്നെ വളർത്തണമേ. അനുസരിച്ചുകൊണ്ട് കർത്താവിൻ്റെ അവകാശവും ഓഹരിക്കും പാത്രീഭവിക്കുന്ന വലിയ ബലപ്പെടുത്തലാണ് ഉടമ്പടി നടക്കുന്നത്. അതായത് ഉടമ്പടിയിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ ബലപ്പെടുത്തും. ദൈവം ബലപ്പെടുത്തും. ഇപ്പം ഗീതാകുമാരി എന്താ ചെയ്തത്? ഭർത്താവ് തളർന്നിട്ടും മനുഷ്യനെ കിടന്നുറങ്ങി, നാളെ മാതാവ് അവിടെ ഉണ്ടാവും ഇൻ്റർവ്യൂവിനെ എന്ന് പറഞ്ഞുകൊണ്ട് ബലപ്പെടുത്തുകയാണ്. ആരെ? അതാണ് ബലമെന്ന് പറയണത്. അങ്ങർക്ക് ഉറങ്ങാൻ പറ്റണില്ല. കാര്യം എന്താ? അങ്ങർക്ക് ബലമില്ല. വൈഫിൻ്റെ ബലമുണ്ട്. എന്താ അയാൾ ചോദിക്കണേ, അതെന്താ ഉറങ്ങാത്തതെന്ന് ചോദിക്കുക. അയാൾ പറയും, എടി നമ്മൾ വീട് വിറ്റിട്ടല്ലേ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് നാട്ടിൽ ചെല്ലുമ്പോൾ ബയോമെട്രിക്സ് അല്ലേ ഇനി ഇൻ്റർവ്യൂ 19-ാം തീയതി അല്ലേ. അപ്പോൾ ഇനി 10 ദിവസം നമ്മൾ എവിടെ പോയി താമസിക്കും? അപ്പോൾ ഇവൾ പറയും, നമ്മൾ പോണില്ലല്ലോ, പിന്നെ എന്തിനാണ് താമസിക്കണത്? ഇത്തിരി കാശ് കയ്യിലുണ്ട്, ചെറിയ ഹോട്ടൽ വാങ്ങിച്ചിട്ട് എവിടെയെങ്കിലും ഒരു മുറി എടുത്തിട്ട് നമ്മൾ അവിടെ താമസിക്കും. വീട്ടിൽ പോകണില്ല, വീടില്ലല്ലോ നമുക്ക്. വീടില്ലല്ലോ എന്നൊക്കെ സിമ്പിളായിട്ട് പറയണേ. കാരണം വീട്ടിൽ പോകാൻ വീടില്ല. വീട് വിറ്റുപോയില്ലേ. അയാളാണെങ്കിൽ നിങ്ങൾ എടുത്ത് ഇറങ്ങുകയാണെന്ന് പറയുമ്പോൾ ഇവൾ പറയും, ചേട്ടാ ഞങ്ങൾ വരും, ഞങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, വന്നിട്ട് ഉടനെ ഇറങ്ങിക്കൊള്ളാം. അപ്പോൾ അത്രയും തിടുക്കത്തിലാണ് അയാൾ നിൽക്കണത്, വീട് എടുത്ത ആൾ നിൽക്കണത്. അപ്പോൾ ഈ മനുഷ്യൻ ചോദിക്കും, ഇടി നമ്മൾ വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോഴേ നമുക്ക് വീടില്ലല്ലോ, നീ പണ്ടത്തെ ഓർമ്മയിലാണ് ഇരിക്കണത്. അല്ല, എനിക്കറിയാം, എനിക്ക് ഓർമ്മയുണ്ട്, നമുക്ക് വീടില്ല, നമ്മളിപ്പോൾ ഹോട്ടലിൽ താമസിക്കും. പിന്നെ ഇൻ്റർവ്യൂ ഇപ്പോൾ ഇതില്ലേ, ഇത് മാതാവ് ഇത്രയും നാൾ നമ്മൾ മാതാവിൻ്റെ കൂടെ നടന്നതല്ലേ. അപ്പം മാതാവ് ഇതോടുകൂടി നമ്മളെ രക്ഷിക്കുകയാണെന്ന് പറയും. ബലപ്പെടുത്തണം. എന്തൊരു ബലമാണ് ഈ സ്ത്രീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവിനെ സാധാരണ ഭർത്താക്കന്മാരാണ് ഭാര്യമാരെ ബലപ്പെടുത്തണം അല്ലേ. ഇതങ്ങനെ തിരിച്ച് ബലപ്പെടുത്തുകയാണ്. തിരിച്ച് ബലപ്പെടുത്തിയിട്ട് ഇവൾ പറയുവേ, ഞങ്ങൾക്ക് ജോലിയിലല്ല, ഞങ്ങൾ ഹോട്ടലിൽ ഒരു മുറിയെടുത്ത് അവിടെ താമസിച്ച്, എന്നിട്ട് ഞങ്ങൾക്ക് വഴിയൊന്നും അറിയാൻ പറ്റില്ല, കൽക്കട്ടയല്ലേ, എന്നെ വഴി അറിയാനാണ്. അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ ഇറങ്ങി നടക്കും, ഒരു തിട്ടമൊക്കെ വെച്ച് ഇറങ്ങി നടക്കും. ഇറങ്ങി നടന്നിട്ട് കുറച്ചൊക്കെ നടന്നേച്ചും നാടൊക്കെ കണ്ടുവച്ചും ഒരു തിട്ടത്തിന് ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ കാശില്ല, അതുകൊണ്ട് നടക്കുകയാണ് പതിവ്. 10 ദിവസം തികച്ചെടുക്കണ്ടേ, അതുകൊണ്ട് അവിടെ താമസിക്കുകയാണ്. അതായത് ഇത്രയും ഈ 0- നിൽക്കുന്ന ആൾ ജീവിതത്തെ എന്ത് ധൈര്യമായിട്ട്, ഇതാണ് ബലമെന്ന് പറയണത്. എന്നിട്ട് ഞങ്ങൾ നടന്ന് കുറച്ച് ക്ഷീണിക്കുമ്പോൾ തിരിച്ചടക്കുമ്പോൾ ഞാൻ തിരിച്ച് വന്നുവെച്ചും എനിക്ക് ജോലി ഉണ്ടല്ലോ. അപ്പോൾ നമ്മളോർക്കും, ഇവർക്ക് ജോലി എന്ത് ജോലിയാണ്, കൽക്കട്ട എന്ത് ജോലിയല്ല, അല്ല എനിക്ക് പ്രാർത്ഥിക്കണമല്ലോ ഒന്നും.
അത് നമ്മളെ സാക്ഷ്യം കേൾക്കുമ്പോൾ രസമാണ്. എനിക്ക് അപ്പം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ എനിക്ക് ജോലിയുണ്ടല്ലോ, അയാൾക്ക് ജോലിയില്ല, എനിക്ക് ജോലിയുണ്ട്. എന്താ അപ്പം അവർക്ക് ഇവർക്ക് എന്ത് ജോലിയാണെന്ന് നമുക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ അടുത്ത് പറയും എനിക്ക് പ്രാർത്ഥിക്കണമല്ല എന്ന്. ഞാൻ 4 മണിക്കൂർ ഒരു ദിവസം പ്രാർത്ഥിക്കും. കാര്യം അതായത് ഞാൻ 4 മണിക്കൂർ ഒരു ദിവസം പ്രാർത്ഥിക്കും. അപ്പം 4 ദിവസം 4 മണിക്കൂർ ഒരു ജോലിയായിട്ട് എടുത്തിരിക്കണം പ്രാർത്ഥന. എന്താ കാര്യം? ദൈവത്തിരുസേനെ വ്യാപരിക്കുകയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ ഉടമ്പടി അവൻ്റെ 0- തണുത്ത ഒരു ജീവിത കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് ബലം പിടിച്ച് നിർത്തണമെന്ന് ഓർക്കുക. ഞാൻ ബൈബിൾ ഇങ്ങനെ ഒരാളെ കണ്ടിരിക്കുന്നത് ഈ ഫെനുവേലിൻ്റെ മകള് അന്നേനെ കണ്ടിരിക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമാണ്. അതായത് വിശുദ്ധ പുതിയ നിയമേതരമായിട്ടുള്ള ഒരു ആധ്യാത്മിക ഫോളോ ചെയ്യുന്ന, പഴയ നിയമത്തിൻ്റെ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്ന ആളാണ് ഈ ഫെനുവേലിൻ്റെ മകൾ അന്ന. ബയോഡേറ്റ അവളുടേത് മാത്രമേ ബൈബിൾ പറയുന്നുള്ളൂ. പല ആൾക്കാരുടെയും ബയോഡേറ്റ മൊത്തം പറയണില്ല. അന്ന എന്ന് പ്രവാചിയെക്കുറിച്ച് പറയുമ്പോൾ അവളുടെ റെസ്യൂം പറയുന്നുണ്ട്. എന്താണ്? അവൾ ഫനുവേലിൻ്റെ അസേർ ഗോത്രത്തിലുള്ളതാണ്, ഫനുവേലിൻ്റെ മകളാണ്, അവളുടെ പേര് അന്നയാണെന്ന് പറയും. ഇത്രയും സുന്ദരമായ രീതിയിൽ ബയോഡേറ്റ പറയുന്ന ഒരു സ്ത്രീ, ഒരു കഥാപാത്രം ബൈബിളിലില്ല. അവൾ അസേർ ഗോത്ര. അവളെ കാണിക്കുമ്പോൾ തന്നെ ലൂക്കായുടെ ക്യാമറ ഇങ്ങനെ ഇവളിലേക്ക് വരുമ്പോൾ ഉടനെ കമൻട്രി പറയും, ഇവൾ അന്ന, ഇവളുടെ ഇരുട്ടത്തിരിക്കുകയാണ്. 84 വർഷം. ഫനുവേലിന്റെ പുത്രിയും പറഞ്ഞ ഫനുവേലിന്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു. ഇവൾ കന്യകാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അതായത് ഓൾഡ് ടെസ്റ്റമെന്റ് സ്പിരിച്വാലിറ്റി എന്തുമാത്രം പവർഫുൾ ആയിരുന്നു എന്ന് അറിയണമെങ്കിൽ അതിൻ്റെ അകത്ത് യേശുവിൻ്റെ ഒരു സാന്നിധ്യം നമുക്കറിയാമല്ലോ. വചനം ആര് ജീവിച്ചാലും, അത് പഴയ നിയമമായാലും പുതിയ നിയമം ജീവിച്ചാലും യേശുവിൻ്റെ സ്പിരിച്വാലിറ്റി തന്നെ ജീവിക്കണത്. പിന്നെ അഡീഷൻ ഉള്ളതെന്ന് പറയണത് മുഴുവനും കർത്താവിൻ്റെ പുതിയ നിയമ കാലഘട്ടത്തിലേക്കുള്ള ഒരു അഭിഷേക ജനത്തിൻ്റെ ഒരു ദൈവരാജ്യത്തിൻ്റെ ഒരു പൗരൻ്റെ ആധ്യാത്മികതയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് അപ്ഡേഷൻസ് ഈശോ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് കുർബാനയുള്ളത്. അങ്ങനെയാണ് ഇത് പൂർണ്ണമാകുന്നത്. സാന്നിധ്യം, ദൈവത്തിൻ്റെ തനി സാന്നിധ്യം നിത്യതയ്ക്ക് ആഹാരമായി ഈശോ തന്നെ നൽകുന്ന ആ വെളിപാടുകളുടെ പൂർണ്ണതയിലേക്കാണ് ഈ കുർബാനയൊക്കെ വരണത് ശരിക്കും. പക്ഷേ എങ്കിലും ആദ്യകാലങ്ങളിൽ ജീവിച്ച സ്പിരിച്വാലിറ്റി അത്ര മോശമല്ലായിരുന്നു. എന്താ കാര്യം? ഇവളുടെ ലൈഫ് നോക്കിക്കേ. ലൂക്കാ 2:36 വായിക്കണം. ഇവൾ പറയണത്, ഇവളുടെ പ്രശ്നം അന്ന, അവൾക്ക് എത്ര വയസ്സുണ്ട്? 84 വയസ്സുണ്ട് അല്ലേ? 84 വയസ്സ്. 84 വയസ്സുള്ള ആളുടെ ജീവിതം എന്താ പറയണത്? ഇവൾ താരുണ്യം മുതൽ 12 വയസ്സിലല്ലേ? അപ്പം താരുണ്യം മുതൽ 7 വർഷം, 12 7 19 വർഷമാണ് ഇവൾ കുടുംബത്തിൽ ജീവിച്ചത്. 7-ാമത്തെ വർഷം ഭർത്താവ് മരിച്ചുപോയി. പിന്നെ എന്ത് പറ്റി? ബാക്കി 63-64 കൊല്ലം എന്താണ് ചെയ്തത്? 64 കൊല്ലം ഇവൾ എന്ത് ചെയ്ത്? അവൾക്ക് ജോലിയുണ്ട്. അതാണ് ഈ ഗീതാകുമാരിയുടെ സാക്ഷ്യം ഇവിടെ വരണേൻ്റെ കാര്യം. അവൾക്ക് ജോലിയുണ്ട്. എന്താ ജോലി അവളുടെ? 64 കൊല്ലം ഇവൾ ദേവാലയം വിട്ടുപോകാതെ കണ്ടാ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം. കർത്താവ് ഗുഡ് ബൈ പറയുമ്പോൾ അവരോട് പറയുന്ന വാക്കിതാണ്, നിങ്ങൾ ജെറുസലേം ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോസ്തലപ്രവർത്തനങ്ങൾ 1:4. അപ്പോസ്തലപ്രവർത്തനം 1:4. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു. അപ്പം അവൻ അവരോടൊപ്പം ഭക്ഷണത്തിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. അപ്പോൾ അതായത് എപ്പോഴും നമ്മളിങ്ങനെ ഒരു ഒറ്റപ്പെടുന്ന സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ ഒറ്റപ്പെടുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. ഇപ്പം അപ്പോസ്തലന്മാർക്ക് എന്താ സംഭവിച്ചു? യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു,
അതുപോലെ തന്നെ ഈശോയുടെ ഫിസിക്കൽ പ്രസൻസ് അവർക്കില്ല. ഫിസിക്കൽ പ്രസൻസ് ഇല്ല. ഇപ്പം നമ്മുടെ ഭർത്താക്കന്മാർ മരിക്കാം, മക്കൾ മരിക്കാം, ഭാര്യമാർ മരിക്കാം. അതെല്ലാം സ്വാഭാവികമായി ലോകത്ത് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. നിങ്ങളങ്ങനെ സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. പക്ഷേ വൺസംഗം സംഭവിക്കുമ്പോൾ ഉടനെ ഞങ്ങൾ പണമെടുക്കാൻ വരുമ്പോൾ പറയും, എൻ്റെ അച്ഛാ എന്നെയും കൂടി കൊണ്ടുപോയിക്കൊള്ളാൻ പറയും. അവർ വരുവാ? അവരവരത്തില്ല, അവരങ്ങനെ പറയണതേ ഉള്ളൂ. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രിപ്പറേഷൻ എപ്പോഴും നല്ലതാണ്. ദൈവത്തെ ഭർത്താവിനെ മുൻനിർത്തിയ, ഭാര്യയെ മുൻനിർത്തിയ, മക്കളെ മുൻനിർത്തിയല്ല ജീവിതത്തെ കണക്ക് കൂട്ടേണ്ടത്. ദൈവത്തെ മാത്രം മുൻനിർത്തി കണക്കാക്കി കൂട്ടണം. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഗുഡ് ബൈ പറഞ്ഞ് പിരിയാനുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബന്ധങ്ങൾക്ക് കൊടുക്കരുത്. പണി കിട്ടാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? ദൈവത്തെക്കാൾ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഗുഡ് ബൈ പറഞ്ഞ് പിരിയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് ടേക്ക് ഫോർ ഗ്രാൻഡഡ് നേരത്തെ മനസ്സിൽ വിചാരിച്ചേക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെക്കാൾ ഉപരി ഭർത്താവിനെയോ ഭാര്യയോ മക്കളെയോ വസ്തുവകളെ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. മത്തായി 14:26. മത്തായി 14:26. സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ എന്റെ അടുത്ത് വരുന്ന ആർക്കും എന്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല. യോഗ്യമല്ലെന്നാണ്. അതായത് ഇതിൻ്റെ അകത്ത് നമുക്കൊന്ന് അൾട്ടിമേറ്റം എന്ന് പറഞ്ഞാൽ ഇത്തിരി കാർക്കശ്യമാണ് സംഭവം. ക്രിസ്തു ഇതിനേക്കാളെല്ലാം വലുതാണെന്നുള്ളതിൻ്റെ അത് നമ്മൾ തന്നെ അത് ദൈവത്തിന് മനസ്സിലാകണം. നമ്മൾ അങ്ങനെ ഒരു നിലവാരത്തിൽ എത്തിയിട്ടുണ്ട്, ഒരു ഡിറ്റാച്ച്മെൻറ്റിൽ എത്തിയിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഇവളുടെ പ്രശ്നം അത് തന്നെയാണല്ലോ. അതായത് ഇവൾ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. എന്താ കാര്യം? അതിനേക്കാളെല്ലാം വലുതാണ് എൻ്റെ ദൈവം. ഇതാ വിഷയം. അതുകൊണ്ടാണ് എന്തെല്ലാം പറഞ്ഞാലും, കളിയാക്കിയാലും, ആക്ഷേപിച്ചാലും, വഴക്കിട്ടാലും ഒന്നും അവൾ ഫീൽ ചെയ്യത്തില്ല. എന്താ കാര്യം? ഇവൾ ചെയ്യുന്ന ഇവൾ അത്രയും കർത്താവുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ടാണ് ഇവൾക്ക് പ്രത്യാശ ലഭിക്കുന്നതിൻ്റെ കാരണം. ഭർത്താവിനെ പോലും പ്രത്യാശയിൽ ഇങ്ങനെ ബലപ്പെടുത്തി നിർത്തിക്കൊണ്ടിരിക്കുന്ന ഇയാൾ. അതായത് ഈ ആധ്യാത്മിക ഈ ഉടമ്പടി ഉണ്ടാകുന്നൊരു ഗുണം അതാണ്. ഉടമ്പടി സത്യസന്ധമായിട്ടാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ അതിലുപയോഗിക്കേണ്ട ഒരു സൊല്യൂഷൻ ലവ് ഓഫ് ഗോഡാണ്. ഇപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചില അനുഗ്രഹങ്ങൾ ലഭിക്കാൻ വേണ്ടി തൽക്കാലത്തേക്ക് ദൈവമായിട്ട് ഒരു ചരഞ്ഞ സ്നേഹം ഉണ്ടാക്കിയെടുക്കും നിങ്ങൾ. ഞാൻ അതിനങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. ചരഞ്ഞതെന്നൊക്കെ പറയുന്നത് പല വല്യപ്പന്മാർ പറയുന്ന മലയാളമാണ്. വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾക്ക് തൽക്കാലത്തേക്ക് ഒരു ആനുകൂല്യം നേടിയെടുക്കാൻ വേണ്ടി ദൈവത്തോട് നമ്മൾ കാണിക്കുന്ന ഒരു സ്നേഹമാണ്. അവിടെ എവിടെയെങ്കിലും നമ്മളെ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മുടെ അനുഗ്രഹം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങളുടെ തനി നിറം നിങ്ങളെ പുറത്തെടുക്കും. ഒന്ന് നിങ്ങളെ പ്രാർത്ഥിക്കാൻ മടിക്കും, അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങും. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നിങ്ങളെ ഉടമ്പടി പ്രാർത്ഥനയുടെ സമയം തെറ്റിക്കും, അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനം തെറ്റിക്കും. അങ്ങനെ ഒത്തിരിയേറെ. അതായത് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിനല്ലെന്ന് ദൈവം തന്നെ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. അത് ഈ മൂക്ക് കൊണ്ട് ഇങ്ങനെ ഇമ്മറ ഇക്ര എന്നൊക്കെ വരപ്പിക്കും. നമ്മൾ അഭ്യാസം കാണിച്ചാൽ അപ്പം വരപ്പിക്കും സാധനം. കാരണം ദൈവത്തിനറിയാം ഇത് ചുമ്മാ. ഇപ്പം ചില പിള്ളേർ കണ്ടില്ലേ, പിള്ളേർ കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കൽ അപ്പന്മാരെത്തുമ്പോൾ തന്നെ അമ്മയുടെ മടി ഇരുന്ന കുഞ്ഞുങ്ങളായിരിക്കും. അവിടെ ഷഡ്ഡി പോലും ഇല്ലാതെ ഓടി അപ്പാ എന്നും പറഞ്ഞ് ഓടിച്ചെല്ലും കുഞ്ഞുങ്ങൾ. 2 വയസ്സുള്ള. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണത്. അപ്പോൾ അപ്പനും പറഞ്ഞാൽ പൊട്ടനാണല്ല. അപ്പം പറയും എൻ്റെ കുഞ്ഞ് അമ്മയുടെ മടി ഇരുന്നിട്ട് പോലും എന്നെ കണ്ടപ്പോൾ ഓടി വന്നല്ല എന്ന് ഓർക്കും. അതിൽ ഓടി സിംഗിൾ വാടാകുമ്പോൾ ഈ സ്ഥലത്തിന് പൊക്കിയെടുത്ത് താഴെ വെക്കും. പിന്നെ കാണത്തില്ല ഇതിനാ. എന്താ കാര്യം? അപ്പൻ്റെ കയ്യിൽ നിന്ന് ഓറഞ്ച് അടിച്ചുകൊണ്ട് അവൻ പോയി. അതാണ് അവൻ ആ ഓറഞ്ച് കണ്ടിട്ട് തുള്ളണതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പനോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. ഇത് ദൈവത്തിനറിയാം. ഈ IELTS വേണ്ടിയും കാനഡ PR വേണ്ടിയാണ് തുള്ളണമെന്ന് അറിയാം. ഈ ദൈവത്തിൻ്റെ ഐഡിയ മാറ്റിയെടുക്കണം നിങ്ങൾ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇപ്പം മനസ്സിലായില്ലേ? പച്ച മലയാളത്തിൽ മനസ്സിലായില്ലേ? ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് അസസ്മെൻ്റ് ഉണ്ട്. ഇത് മാറ്റിയെടുക്കണം. എന്നിട്ട് ദൈവത്തിനോട് പറയണം, എനിക്ക് നീയാണ് വലുത്. എൻ്റെ ജോലിയേക്കാളും എൻ്റെ ജീവനേക്കാൾ വലുത് നീയാണ്. ഒന്ന് പറഞ്ഞേ, എൻ്റെ ദൈവമേ
എന്റെ ദൈവമേ, എന്റെ ജോലിയേക്കാൾ, എന്റെ ജോലിയേക്കാൾ, ജീവനേക്കാൾ, എന്റെ ജീവനേക്കാൾ എനിക്ക് നീയാണ് വലുത്. എനിക്ക് നീയാണ് വലുത്. നിനക്ക് വേണ്ടി ജീവിക്കാൻ, നിനക്ക് വേണ്ടി ജീവിക്കാൻ, പരീക്ഷണ കാലഘട്ടത്തിൽ നിന്റെ ഉടമ്പടിയോട് വിശ്വസ്തത പാലിക്കാൻ, നിന്റെ ഉടമ്പടിയോട് വിശ്വസ്തത പാലിക്കുവാൻ എന്നെ ഉപരി അഭിഷേകം ചെയ്യണം. എന്നെ ഉപരി അഭിഷേകം ചെയ്യണമേ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അപ്പൊ ഈ 63 കൊല്ലം ഇവൾക്ക് ഭർത്താവില്ലാതെ വിധവയായി ഒറ്റക്ക് താമസിക്കുകയാണ്. ഈ വിധവയുടെ സ്പിരിച്വാലിറ്റി, ആധ്യാത്മിക ബന്ധങ്ങളെക്കുറിച്ച് പറയണത് എന്താണെന്നറിയാവോ? എന്താ പറഞ്ഞിരിക്കണത്? അവൾ ഒന്ന് ദേവാലയം വിട്ടുപോകാതെ, പിന്നെ എന്ത് ചെയ്ത് കർത്താവിൻ്റെ സാന്നിധ്യം, പ്രാർത്ഥനാ ജീവിതം വിട്ടുപോകാതെ. ഭർത്താവില്ല, പിന്നെ എന്താ പറയണത്? 2:36-37 എന്താ പറയണത്? ലുക്ക ദേവാലയം വിട്ടുപോകാതെ, പിന്നെ എന്താ പറയണത്? വായിച്ചോളൂ. രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. എത്ര കാര്യങ്ങളായിരിക്കേ. ദേവാലയം വിട്ടുപോകാതെ, പിന്നെ എന്ത് ചെയ്ത്? രാപകൽ, പിന്നെ എന്ത് ഏറ്റു പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. അപ്പൊ എന്തിനാണ് ദൈവത്തെ സ്തുതിച്ചത് ഇവള്? അതാണ് വിഷയം. എന്തിനാണ് ഇവള് സ്തുതിച്ചത്? ഭർത്താവിനെ നേരത്തെ വിളിച്ചതിനാണ് സ്തുതിച്ചത്. അതാ മക്കൾ ആരെയും കൊടുക്കാഞ്ഞുകൊണ്ടാണ് സ്തുതിച്ചത്. ഇവക്ക് എന്താ ദൈവം കൊടുത്തത്? മക്കളെ കൊടുത്തില്ല. ഇപ്പം ചില ആൾക്കാർ മക്കളെ കൊടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട്, ഓ ഞാൻ എന്നാത്തിനാണ് പള്ളിയിൽ പോകാത്തത്, പള്ളിയിൽ പോണത്, എനിക്ക് ദൈവം മക്കളെ തന്നില്ല, എനിക്ക് ദൈവം ചെറുക്കനെ തന്നില്ല, എനിക്ക് ദൈവം പെണ്ണിനെ തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ പേരാണ്. എന്നിട്ട് ദൈവത്തോട് എന്തിനാണ് ഈ മത്സരം കാണിക്കണത്? കാണിക്കണത് എന്താ? ഒരു കാര്യമൊന്നുമില്ല. കാര്യം നിനക്ക് എന്തെങ്കിലും ഇല്ല എങ്കിൽ അത് ദൈവത്തിൻ്റെ പ്രസൻസിൻ്റെ സ്ഥലമാണത്. ഇപ്പം നമുക്ക് എപ്പോഴും ചിന്തിക്കണം നിങ്ങളെ, അത് നിനക്ക് എന്തെങ്കിലും ഇല്ല എങ്കിൽ നിനക്ക് ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം, ദൈവത്തിൻ്റെ ഉണ്ട് എന്ന് പറയുന്ന സ്ഥലമാണത്. ഇപ്പം ഞാൻ എപ്പോഴും എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ്റെ ജൂബിലിയാണ്, ഡിസംബർ 27 അദ്ദേഹം ഇവിടെ ജൂബിലിക്ക് കുർബാന ചെല്ലുന്നുണ്ട്. കഴിഞ്ഞ പോലെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം ഈ അടുത്തത് പള്ളിയിൽ താമസിക്കുന്നുണ്ട്, ഫാദർ ജോസഫ് കിഴങ്ങടൻ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ, കോട്ടയം രൂപതക്കാരനാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ താമസിച്ചിരുന്നത്, മേജർ സെമിനാരിൽ. അപ്പോൾ പുള്ളി അധ്വാനബാഹുവാണ്. അപ്പം എനിക്ക് ഈ രാത്രി 2 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് ചെറിയതായിട്ട് സിയസ്തയ്ക്ക് വരും, ചെറിയ ഉറക്കത്തിന് വരും. ഉറക്കത്തിന് വരുമ്പോൾ ഞാൻ നേരത്തെ ഇങ്ങോട്ട് പോരും. അപ്പോൾ ഇഴങ്ങാണ് 1/2 മണിക്കൂർ കഴിഞ്ഞേ വരത്തുള്ളൂ. വരുമ്പോൾ എടാ ഓപ്പേ കിടന്നല്ലേ. അപ്പോൾ നോക്കുമ്പോൾ അപ്പോൾ എനിക്ക് ഒരു കീറിയ ബനിയനൊക്കെ ഇട്ട് നെഞ്ചും കൊട്ടത് പുറത്ത് കാണാം, ബനിയനും കാണാൻ പറ്റും, നെഞ്ചും കാണാൻ പറ്റും. അപ്പോൾ പറഞ്ഞു എടാ ഓപ്പേ ആരോഗ്യമില്ലാത്തതിന് യൗവനമില്ലടാന്ന് പറയും. പുള്ളി പറഞ്ഞ ഡയലോഗാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയെ. അപ്പോൾ ആരോഗ്യമില്ലാതെ യൗവനമില്ലടാന്ന് പറയും. പുള്ളി എന്നിട്ട് മസിലേക്ക് അടങ്ങി എൻ്റെ അടുത്ത് ഇങ്ങനെ, പുള്ളിക്ക് നല്ല ആരോഗ്യമാണ്. അപ്പോൾ ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ എനിക്ക് ആരോഗ്യം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല, എനിക്ക് 1 കൊല്ലം അച്ഛനായാൽ മതി. ഞാൻ രാത്രിയാകുമ്പോൾ എനിക്ക് ശരിക്കും ഞാൻ കിഴങ്ങാടിനോട് സന്തോഷത്തെ സംസാരിക്കുമെങ്കിലും എനിക്ക് ഉള്ളിൽ സങ്കടം വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യമില്ല, ഇപ്പോഴും വലിവ് വന്നുകൊണ്ടിരിക്കും, വലിവും ക്ഷീണമൊക്കെ വരും, എപ്പോഴും വരും, മിക്കവാറും ആശുപത്രിയിലൊക്കെ പോകും. അപ്പോൾ ഞാൻ രാത്രി എൻ്റെ സെക്കൻഡ് ഇയറിൽ ഞാൻ രാത്രി ഒരു 2 മണിയാകുമ്പോഴൊക്കെ എഴുന്നേൽക്കുമ്പോൾ അവിടെ കോറിഡോറിൽ പോയി നിൽക്കും. അപ്പോൾ പെരിയാർ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പെരിയാർ നോക്കി നിലാവത്ത് ട്രെയിൻ വരണ വരെ പ്രാർത്ഥിക്കും, 3 മണി വരെ. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവെ കിഴങ്ങാടാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആരോഗ്യമില്ല, യൗവനമില്ല, മിക്കവാറും ഞാൻ ചത്തുപോകുമെന്ന് പറയും. പക്ഷേ എന്നാലും കർത്താവ് എനിക്ക് 1 കൊല്ലം കുർബാന ചെല്ലണമെന്ന് പറയും. 1 കൊല്ലം കുർബാന ചെല്ലാൻ വേണ്ടി ഞാൻ എത്രയോ രാത്രികളിൽ കർത്താവുമായിട്ട് കണ്ണീരോടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയണത്? കർത്താവ് 1 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ 38ാമത്തെ കൊല്ലമല്ലേ ഞാൻ നിൽക്കണത്. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്കില്ലാഞ്ഞ എന്താണ്? ആരോഗ്യം. അപ്പോൾ ആരോഗ്യമില്ലാത്ത സ്ഥലത്ത് എന്ത് ചെയ്ത് കർത്താവ് പറഞ്ഞു, നിൻ്റെ ആരോഗ്യം ഞാനാണ് നിൻ്റെ ബലം. അപ്പം നിൻ്റെ ആരോഗ്യം ഞാനായി നിൽക്കുമ്പോൾ നീ എന്ത് ചെയ്യണതെല്ലാം എൻ്റെ ബലത്തിലാണ് നീ ചെയ്യണത്. എൻ്റെ ദൈവത്തിനെ ഓർക്കണം, നിനക്ക് ഭർത്താവില്ലെങ്കിൽ ആ സ്ഥലം കർത്താവിൻ്റെതാണ്, നിനക്ക് ഭാര്യ ഇല്ലെങ്കിൽ ആ സ്ഥലം കർത്താവിൻ്റെതാണ്, മക്കളില്ലെങ്കിൽ ആ 2-3 സ്ഥലത്തും കർത്താവ് തന്നെയാണ് ഉള്ളത്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ,
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അതായത് ഇത് തന്നെയാണ് ഈ അന്നയുടെ പ്രശ്നം. അന്ന താരുണ്യം മുതൽ 12 വയസ്സ് മുതൽ 7 വർഷം വരെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു. പിന്നെ ഭർത്താവ് മരിച്ചു. അവൾ പിന്നെ എന്ത് ചെയ്ത് ഭർത്താവിൻ്റെ സ്ഥാനത്ത് കർത്താവിനെ വെച്ചു. അത് നിസ്സാരമല്ല. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഭംഗിവാക്ക് പറഞ്ഞതല്ല, കർത്താവിൻ്റെ വെളിപ്പാട് അങ്ങനെയാണ്. അതായത് ഇപ്പോൾ 54:9 വായിക്കുമ്പോൾ ഐസയായില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഏശയ്യ 54:5. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞേ, നിന്റെ സൃഷ്ടാവാണ് നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. നിന്റെ ഭർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. അവിടുത്തെ നാമം. അതായത് ചില വിധവകൾ വന്ന് എന്നോട് പറഞ്ഞിട്ടുള്ള വചനമാണിത്. എന്താണ്? ഞാൻ വീണ്ടും ചെറുപ്പക്കാരികളായ വിധവകളോട് ചില സമയത്ത് ഞാൻ മക്കളെ ഇനി കല്യാണം കഴിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉടനെ ചിലരെന്നോട് പറയും, അച്ഛാ ഐസയ്യ 54:5. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താ പറയണത്? എൻ്റെ കർത്താവാണ് എൻ്റെ ഭർത്താവ്, ദൈവമായ കർത്താവ് എന്നാണ് അവൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥാനത്ത്, ഭർത്താവ് നഷ്ടപ്പെട്ട സ്ഥാനത്ത് കർത്താവ് അവർക്ക് ആന്തരിക അഭിഷേകം നൽകും. എന്നാൽ ഇന്നർ അനോയിൻറ്റിങ് എന്ന് പറയും. അവർക്ക് ദേ ആർ ലിവിങ് ആസ് ഇഫ് ദർ ഈസ് എ ഹെൽത്തി ഹസ്ബൻഡ് അബൈഡ് വിത്ത് ദം. അവർക്ക് ജീവനുള്ള ഭർത്താവ് അവരുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് ആന്തരികമായ തൃപ്തിയോടുകൂടിയാണ്, അവർക്കൊന്നും ആവശ്യമില്ലാത്തൊരവസ്ഥയിലാണ് അവർക്ക് അനുഭവിച്ചിരിക്കണത്. ഇപ്പം കന്യാത്വം, ബ്രഹ്മചര്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നിങ്ങളവർക്ക് അതൊരു മെക്കാനിക്കൽ പരിപാടിയൊന്നും അല്ലത്, അതിൻ്റെ അനോയിൻറ്റിങ് ആണത്. ഇപ്പം ഞങ്ങൾ സന്യസ്തരായ കന്യാസ്ത്രീമാരും ഞങ്ങളെ ബ്രഹ്മചര്യ അച്ഛന്മാരും ഉണ്ട്. എന്താ ഇത് സംഭവം? അതായത് ഈ മേഖലയെ ഒരു അഭിഷേകം തരും കർത്താവ്. ഈ അഭിഷേകം തന്നു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൻ്റെ ആന്തരിക അഭിവാഞ്ചകളുടെ മേലെ കർത്താവിൻ്റെ അഭിഷേകം വിജയം പ്രാപിക്കും. ആവശ്യമില്ലാത്ത ചിന്തകളോ അതുപോലെ ചിന്തകൾക്ക് അതീതമായി ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു പൊതിച്ചിലെ ഈ വിഷയത്തിലുണ്ടാവും. ഇത് കാത്തലിക് ചർച്ചിൻ്റെ ഒരു ഏറ്റവും വലിയ സ്പിരിച്വാലിറ്റിയുടെ സംഭവമാണിത്. ഇത് മെക്കാനിക്കലല്ല, ഇത് നമ്മൾ ട്രെയിൻഡ് അല്ല, ഒന്നുമല്ല. ഇതൊരു ഹാബിറ്റായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് എടുക്കണമല്ല. അത് നമ്മൾ ദൈവതിരുസന്നിധിയിൽ ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ജോലിക്ക് പറ്റിയ ഒരു ജീവിത രീതിയും മാനസികാവസ്ഥകളും ശാരീരികമായിട്ടുള്ള ഒരു ആന്തരികമായ അഭിഷേകവും ശക്തിയും ദൈവം തരും. ഇത് ഈ വിഷയത്തിന് മാത്രമല്ല, ക്രിസ്ത്യാനിറ്റിയുടെ മുഴുവൻ വിഷയവും അഭിഷേകത്തിൽ നിലനിൽക്കുന്നതാണ്. മുഴുവൻ കാര്യങ്ങൾ എന്ത് നിനക്ക് ആബ്സെൻസ് ഉണ്ടോ അവിടെ എല്ലാം അനോയിൻറ്റിങ് ഉണ്ട്. എവിടെയില്ല, അതായത് അനോയിൻറ്റിങ് ഉണ്ടെന്ന് വെച്ചാൽ അനോയിൻറ്റിങ്ങിൻ്റെ സാധ്യതയുണ്ട്. എല്ലാത്തിൻ്റെ ആബ്സെൻസിന് അവിടെയെല്ലാം ദൈവത്തിൻ്റെ സ്പേസാണ് അതെല്ലാം. ഇപ്പം നിൻ്റെ കുഞ്ഞ് മരിച്ചു പോയെന്ന് വിചാരിച്ചോ? ഇപ്പം എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ, ഗീതാകുമാരിക്ക് എന്തുകൊണ്ടാണ് ഈ ടെൻഷൻ ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് രാജൻ എന്ന് പറയുന്ന അവളുടെ ഭർത്താവിന് ടെൻഷനുള്ളത്? അനോയിൻറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്. ഇത്രയും തകർന്ന് വീടും വിറ്റ് പോയിരിക്കുകയാണ്. നാട്ടിൽ ചെന്നാൽ കയറി കിടക്കാൻ വീടില്ല. പക്ഷെ അപ്പോഴും അതിൻ്റെ അഗ്നി ഇവളെ അനുഭവിക്കണില്ല, അയാൾ അനുഭവിക്കുന്നുണ്ട്. നീ എന്തോർത്തിൻ്റെ അടി ഇങ്ങനെ കിടന്നിട്ട് തുള്ളണത്? നിനക്കെത്ര കൂടി പോകുന്നുണ്ട് അയാൾ പറയണത്. നിനക്ക് തലക്ക് വെളിവില്ലേ? നിനക്കെത്ര കൂടി പോകുന്നുണ്ട്? നമുക്ക് വീടില്ലെന്ന് നിനക്ക് അറിയാവാ? ചെന്ന് കയറി കിടക്കാൻ ഇടവില്ല, കട്ടിലില്ലെന്നറിയാം, കണ്ടവൻ്റെ കയ്യിലായപ്പോൾ അറിയാവോ എന്നൊക്കെ. അപ്പം നിൽക്കേ, മാതാവ് നമുക്കൊരു കാര്യം ചെയ്താൽ തീരുമാനിച്ചിട്ടുണ്ട്. അതാ പറയണത്, നിൽക്ക്. ഇങ്ങനെ ഇത്രയും കിടന്ന് വെട്ടയാളുമ്പോൾ അവർ പറഞ്ഞു നിൽക്ക്, മാതാവ് നമുക്കൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ആന്തരിക ബോധ്യമെന്ന് പറയണത്. ഇത് വല്ലാത്തൊരു സംഭവമാണ്. വീടില്ല, നാട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ കിടക്കാനുള്ള കട്ടിൽ കണ്ടവൻ്റെ കൈ ഇരിക്കുക, അന്യാധീനപ്പെട്ടു പോയി. എന്നിട്ടും വിട്ടുകൊടുക്കാത്ത, തോൽക്കാത്ത ദൈവത്തിൻ്റെ ശക്തിയുടെ സ്വരൂപമായിട്ട് ഈ അനോയിൻ ചെയ്ത ലേഡി അങ്ങ് നിൽക്കുകയാണ്. ഉടമ്പടി എന്ന് പറയണതിൻ്റെ റേഞ്ച് എന്ന് പറയണത്, നമ്മൾ ഇത് ആരല്ല പ്രവർത്തിച്ചിരിക്കണത്? ഗീതാകുമാരി എന്ന് പറയുന്ന ഒരു ഫ്രഷ് ഹാൻഡ്സിലാണ് ഇത് പ്രവർത്തിച്ചിരിക്കണത്. അപ്പം നമുക്ക് ഈ ഫ്രഷ് ഹാൻഡ്സൊക്കെ ഇത്രയും പെട്ടെന്ന് ദൈവത്തിൻ്റെ കൃപയിൽ നിറയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ സത്യസന്ധത എന്തുമാത്രം ഡീപ്പാണ്. എന്നുവെച്ചാൽ കൂടെ ഉള്ളവനെ നിലയ്ക്ക് കർത്താവ് എന്താ പറഞ്ഞത്? അഗ്നിയിലൂടെ നടക്കത്തില്ലെന്ന് പറഞ്ഞില്ലല്ലോ.
ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. 43:2 ഐസയ്യ ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന, യേശുവേ നന്ദി, മഹത്വം മഹത്വം. ഹല്ലേലൂയ. ഏശയ്യ 43:2 ഐസയ്യ 43:2 സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ സമുദ്രത്തിലൂടെ കണ്ണീരിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇതാണ് ആന്തരിക അഭിഷേകം എന്ന് പറയുന്നത്. അഗ്നിയിലൂടെ നടക്കാം, കടങ്ങളുണ്ടാകാം. ഇത്രയും നാളെ കിടന്നുകൊണ്ടിരുന്ന കട്ടിൽ പോലും കണ്ടവൻ്റെ പൂട്ടിൻ്റെ ഉള്ളിലായിപ്പോയി. നാട്ടിൽ ചെന്നാൽ കിടക്കാൻ ഇടയില്ല. എങ്കിലും ആ പൊള്ളൽ നീ അഗ്നിയിലൂടെ നടക്കുമ്പോഴും ജ്വാല നിന്നെ ദഹിപ്പിക്കുന്നില്ല. എന്താ കാര്യം? സാന്ത്വനത്തിൻ്റെ ശക്തി ദൈവം പൊതിയാണ് ചെയ്യണത്. ഇത് നിങ്ങളിങ്ങനെ വായിക്കുമ്പോൾ അഗ്നിയിലൂടെ നടക്കും, അത് നിന്നെ വിഴുങ്ങത്തില്ല. ശബ്ദത്തിലൂടെ നടക്കും, ശബ്ദം നിന്നെ വിഴുങ്ങത്തില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതിനെല്ലാം കറസ്പോണ്ടിങ് അനോയിൻറ്റിങ് ഉണ്ട് ഓരോ വേടിനും. ആ വേടൊക്കെ വായിക്കുമ്പോൾ നിങ്ങളവർക്ക് ഈ വചനം വായിക്കുന്നതിൽ നിന്ന് ആർക്കും എക്സെപ്ഷൻ ഇല്ല കേട്ടോ. കുമ്പസാരിക്കാനൊക്കെ എക്സെപ്ഷൻ ഉണ്ട്, പക്ഷെ വചനം വായിക്കുന്നതിൽ ആർക്കും ഒഴിവ് കഴിവില്ല. കാര്യം എന്താണ്? വചനം വായിക്കുക വഴി, അരമണിക്കൂർ വചനം വായിക്കുക വഴി നിങ്ങൾ അഭിഷേകം നിങ്ങൾക്ക് പ്രാപിക്കാനും നിങ്ങളുടെ വിഷയം ദൈവം ടേക്കപ്പ് ചെയ്യണവരെ നിലനിന്ന് പോകാനുള്ള നിലനിൽപ്പിൻ്റെ വരമാണ് വചന വായനയുടെ ഉടമ്പടി നിങ്ങൾക്ക് നൽകണത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സുഖസൗഖ്യ പ്രാർത്ഥനയ്ക്ക് കിടക്കുന്ന ജീവിത ദുരിതങ്ങൾ, ജീവിത ക്ലേശങ്ങൾക്കെതിരെയുള്ള ദൈവിക ശാസ്ത്ര പ്രാർത്ഥനയാണ് നടക്കാൻ പോകുന്നത്. ഇത്രയും നേരം കർത്താവിൻ്റെ വചനം നമ്മൾ കേൾക്കുകയായിരുന്ന സാധാരണ മനുഷ്യർ പോലും ബലം പ്രാപിക്കണം നമ്മൾ കാണുന്നുണ്ട്. സാധാരണ മനുഷ്യ ജീവിതത്തിൽ പോലും കർത്താവ് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് ഇടപെടുന്ന മഹത്തായ ഉടമ്പടിയുടെ ഭാഗമാകാൻ ദൈവം ഇടയാക്കിയതിന് കൈയടിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഉടമ്പടി എന്ന വലിയ പദ്ധതിയുടെ ഭാഗമായി ഞങ്ങളെ ഉയർത്തിയതിന് നന്ദി പറയുന്നു. കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ശിരസ് വലത് കര ശിരസിൽ വെച്ചും ഇടത് കൈ ഇടത് നെഞ്ചിൽ വെച്ചുകൊണ്ടും പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ പ്രാർത്ഥനയിൽ മാതാവിൻ്റെ തിരുമുഖം ഒത്തിരി പേർ ദർശനമായിട്ട് കാണും. ഇതൊരു ദർശനത്തിൻ്റെ ഒരു സജഷൻ പറയുകയല്ല, മറിച്ച് ഞാനിപ്പോഴും ഈശോയുടെ മുഖം കേവലമായിട്ട് മാതാവിൻ്റെ മുഖം കണ്ടതുകൊണ്ട് നിങ്ങൾക്കത് കാണാൻ പോകുന്നു എന്നുള്ള സൂചന ആത്മാവിനെ വെളിപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. മൂക്കിൽ നിന്ന് ചോര വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ കർത്താവ് സൗഖ്യത്തിലേക്ക് നയിക്കുന്നുണ്ട്. കണ്ണിനെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കൂളിംഗ് ഗ്ലാസ് വെക്കുകയും കരുകരിക്കുകയും കാഴ്ച മങ്ങുകയും ചെയ്ത മക്കളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പയസ് എന്ന് പേരുള്ള വ്യക്തിയെ പേര് ചൊല്ലിക്കൊണ്ട് കർത്താവ് നെഞ്ചിൻ്റെ ഭാരങ്ങളെ മാറ്റുന്നുണ്ട്. അതായത് മുന്തിരിക്കൊല പോലെ ശരീരത്തിൽ എവിടെയൊക്കെ ചില ഈ ഗ്രന്ഥികൾ രോഗാതുരമായിരുന്നത് കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ. അണ്ടവാഹിനികളെ കർത്താവ് കാണിക്കുന്നുണ്ട്. ഒരു സ്ത്രീയാണ്, അവരുടെ അണ്ടം ഡെഡായിട്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ അസുഖം, അണ്ടം ചത്തുപോണതാണ്. ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ശിരസിൽ കൈവച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. മഹത്വം ആരാധന.